السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. قال النبي صلى الله عليه وسلم أكثر الذكر هادم اللذات الموت. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടാവും രക്ഷിതാവുമായ പടച്ചതമ്പുരാൻ നമ്മുടെ ഈ ഒത്തുചേരലിനെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഇതുവരെയായി സംഭവിച്ചു പോയ മുഴുവൻ വീഴ്ചകളും കരുണാനിധിയായ പടച്ചതമ്പുരാൻ നമുക്കേവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാ സത്യവിശ്വാസികൾക്കും കരുണ പടച്ചതമ്പുരാൻ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറുകളെ റഹ്മാനായ റബ്ബ് വിശാലമായ സ്വർഗപ്പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കട്ടെ. അവരെയും നമ്മെയും നാളെ അള്ളാഹുവിന്റെ വിശാലമായ
സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവസാന വാഹനവും അവസാന വേഷവും, ഇതാണ് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ള വിഷയം. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ആ വിഷയം ചുരുക്കി സൂചിപ്പിക്കാൻ ശ്രമിക്കാം. അള്ളാഹു അത് പറയാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 4 ഭാര്യമാരുള്ള ഒരു മനുഷ്യൻ. ആ കഥ ഒരു പക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. കേൾക്കാത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാൾ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നു എന്ന് കരുതിയാൽ മതി. 4 ഭാര്യമാരുള്ള ഒരാൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അവസാന വേഷവും അവസാന വാഹനവും എന്ന് പറഞ്ഞിട്ട് ഇയാൾ പെണ്ണ് കെട്ടുന്ന കാര്യമാണോ പറയാൻ വരണേ എന്ന് വിചാരിക്കുന്ന. ആ പെണ്ണുങ്ങൾ കല്ലെറിയും. ചില ആളുകളോട് പെണ്ണുങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. എന്താ അറിയോ, 2 കാര്യങ്ങളാണ് പെണ്ണുങ്ങളോട് ചോദിക്കാൻ പാടില്ലാത്ത, അവർക്ക് ഇഷ്ടപ്പെടില്ല. 1 വയസ്സ്. എത്ര വയസ്സാന്ന് വെച്ചാൽ 25 കൊല്ലം മുമ്പ് 16 വയസ്സായിരുന്നു എന്ന് പറയും. പിന്നെ അവരോട് സ്വർണം ചോദിക്കരുത്. മാപ്പ ചോദിച്ചാലും കെട്ടിയവൻ ചോദിച്ചാലും അവരെ മട്ട് മാറും. അപ്പോ 4 ഭാര്യമാരുള്ള ഒരാൾ. അയാൾ ആദ്യ വിവാഹം കഴിച്ച സ്ത്രീ മനോഹരിയാണ്, സുന്ദരിയാണ്, എല്ലാം കൊണ്ടും നല്ല സ്ത്രീയാണ്. പക്ഷേ ആ സ്ത്രീക്ക് വേണ്ട യാതൊന്നും ആ മനുഷ്യൻ കൊടുത്തിട്ടില്ല. സ്നേഹം കൊടുക്കുന്നില്ല, ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല. ഇങ്ങനെ ഒരു ജീവി അവിടെ ഉണ്ടോ എന്ന് പോലും തിരക്കാത്ത വിധത്തിലുള്ള വളരെ ക്രൂരമായ സമീപനം ഒന്നാമത്തെ ഭാര്യയോട്. ആ വിവാഹ സമയത്ത് അവൾ സുന്ദരിയാണ്, എല്ലാ സൗകര്യങ്ങളും അവൾക്കുണ്ട്. പക്ഷേ അയാൾക്ക് അവളോട് യാതൊരു താല്പര്യമില്ല. അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഈ മനുഷ്യൻ തയ്യാറില്ല. എന്നാൽ 2ഉം 3ഉം 4ഉം ഭാര്യമാരോട് പ്രത്യേകം സ്നേഹമുണ്ട്. 4ാമത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ ജീവനാണ്. ആ ഭാര്യയെ പിരിഞ്ഞ് 1 സെക്കൻഡ് പോലും കഴിയാൻ ആ മനുഷ്യന് സാധിക്കുകയില്ല. അവരുടെ സൗന്ദര്യം കുറയാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. എത്ര നല്ല രൂപത്തിൽ വസ്ത്രം ധരിച്ചാലാണ് അവളുടെ സൗന്ദര്യം വർദ്ധിക്കുക അതെല്ലാം ചെയ്യും. അവളൊരു കാര്യം പറഞ്ഞാൽ അത് വിട്ട് അപ്പുറത്തേക്ക് അയാൾ നീങ്ങുകയില്ല. എന്തെല്ലാം സൗകര്യമാണോ അയാളുടെ കഴിവിന്റെ പരമാവധിയും അതിൽ കൂടുതൽ 4ാമത്തെ ഭാര്യക്ക് അയാൾ കൊടുക്കും. അവളുടെ ക്ഷീണം അയാൾക്ക് താങ്ങാൻ സാധിക്കുകയില്ല. അവളുടെ ക്ഷീണത്തിലും ക്ഷേമത്തിലും ഇദ്ദേഹം വളരെ ജാഗ്രവത്തായ സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ 3ാമത്തെ ഭാര്യ. 3ാമത്തെ ഭാര്യയെ ഇടക്കിടക്ക് കാണാതാവുമ്പോൾ അദ്ദേഹത്തിന് വിഷമമുണ്ടാവും. കണ്ടു കഴിയുമ്പോൾ ആ വിഷമം മാറും. ആ 3ാമത്തെ ഭാര്യക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ അയാൾ തയ്യാറാവും. ഹറാമെന്നോ ഹലാലെന്നോ നോക്കാതെ ഇപ്പറഞ്ഞ 4ാമത്തെ ഭാര്യക്കും 3ാമത്തെ ഭാര്യക്കും ആ 3ാമത്തെ ഭാര്യയുടെ മുഴുവൻ കാര്യങ്ങളിലും ഇദ്ദേഹം വളരെ ശ്രദ്ധ ചെലുത്തുന്ന ആളാണ്. അതുപോലെ 2ാമത്തെ ഭാര്യ. ഈ 2ാമത്തെ ഭാര്യക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിച്ചാൽ അയാൾക്കത് വിഷമമാണ്. ക്ഷീണം സംഭവിക്കാതെ എന്തെല്ലാം സൗകര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്ന 4 ഭാര്യമാരുള്ള ഈ 4 ഭാര്യമാരിൽ ആദ്യത്തെ ഭാര്യയെ അവഗണിക്കുന്ന 2ഉം 3ഉം 4ഉം ഭാര്യമാർക്ക് വേണ്ട മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യൻ. അയാൾക്ക് പ്രായമായി, അയാളുടെ ശരീരം ചുക്കിച്ചുളിയാൻ തുടങ്ങി, രോഗിയായി, മരണാസന്നനായി. അപ്പോ അദ്ദേഹത്തിന് 4ാമത്തെ ഭാര്യയെ ഒരിക്കലും അയാൾക്ക് പിരിയാൻ സാധിക്കൂല. അദ്ദേഹം 4ാമത്തെ ഭാര്യയോട് ചോദിച്ചു, നിന്നെ കൂടാതെ എനിക്ക് കഴിയാൻ പറ്റൂല എന്ന് നിനക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ നീ എന്റെ കൂടെ വരണം. അപ്പൊ അയാളുടെ മുഴുവൻ ശ്രമവും
നാലാമത്തെ ഭാര്യക്കാണ് അധികവും ചെലവ് ചെയ്തിട്ടുള്ളത്, അയാളുടെ മുഴുവൻ പരിശ്രമവും. അപ്പൊ നാലാമത്തെ ഭാര്യയോട് അയാൾ പറഞ്ഞു, നീ എന്റെ കൂടെ വരണം, നിന്നെ പിരിയാൻ എനിക്ക് കഴിയൂല എന്ന് നിനക്കറിയാലോ. നാലാമത്തെ ഭാര്യ പറഞ്ഞു, നടക്കൂല, വരൂല, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്ന പ്രശ്നമില്ല, മരിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും. മരണത്തോടെ നമ്മൾ രണ്ടും രണ്ട് വഴിയായി. എനിക്ക് ജീവിക്കണം, നിങ്ങളോടൊപ്പം വരാൻ എനിക്ക് പറ്റൂല. അദ്ദേഹത്തിനുണ്ടാകുന്ന വിഷമം നമ്മൾ പറയേണ്ടതില്ല. അദ്ദേഹം വളരെ വിഷമത്തോടെ മൂന്നാമത്തെ ഭാര്യയോട് ചോദിച്ചു, നീ വരുമോ? നിന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ നിർവഹിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്റെ കൂടെ വരണം. മൂന്നാമത്തെ ഭാര്യ പറഞ്ഞു, വരില്ല, നിങ്ങൾ മരിച്ച് വീട്ടിൽ നിന്നും നിങ്ങൾ ഇറക്കുന്നത് വരെ ഞാൻ കൂടെയുണ്ടാവും, അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെയില്ല, നമ്മൾ രണ്ടും രണ്ട് വഴിയാണ്. അയാളുടെ വിഷമം വർദ്ധിക്കുകയാണ്. രണ്ടാമത്തെ ഭാര്യയോട് ചോദിച്ചു, നീ എന്റെ കൂടെ വരുമോ? നിന്നെ എനിക്ക് പിരിയാൻ ബുദ്ധിമുട്ടുണ്ടായെന്ന് നിനക്കറിയാം, അവർ രണ്ടുപേരും വരൂല എന്ന് പറഞ്ഞു, എന്റെ വിഷമം നിനക്കറിയാം, നീ വരൂ. അവള് പറഞ്ഞു, ഇല്ല, ഞാൻ വരൂല. നിങ്ങൾ മരിച്ച് നിങ്ങളെ കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പിന്നെ ഞാൻ ഉണ്ടാവൂല, എനിക്കും ജീവിക്കണം. ജീവനേക്കാളേറെ സ്നേഹിച്ച ഈ 3 ഭാര്യമാരും ഇദ്ദേഹത്തെ കൈയൊഴിഞ്ഞ സന്ദർഭത്തിൽ വളരെ വിഷമത്തോടുകൂടെ നിസ്സഹായനായി കിടക്കുന്ന ഈ മനുഷ്യന്റെ കാതിൽ ഒരു ശബ്ദം, പ്രിയപ്പെട്ടവനെ, ഞാൻ കൂടെ വരാം. ഇദ്ദേഹത്തിന് ഈ ശബ്ദം മനസ്സിലായില്ല. അദ്ദേഹം നോക്കി, എല്ലും തോലുമായ ജീർണിച്ച നരച്ച ചുക്കിച്ചുളിഞ്ഞ തൊലിയുള്ള ചെമ്മീൻ പോലെ വളഞ്ഞിരിക്കുന്ന, താൻ അവഗണിച്ചതുകൊണ്ട് ദുഃഖം പേറിക്കഴിഞ്ഞ ഒന്നാമത്തെ ഭാര്യയെ അയാൾക്ക് മനസ്സിലായില്ല. അയാൾ വീണ്ടും നോക്കി, വളരെ സൂക്ഷിച്ചു നോക്കി. ഓർമ്മയുടെ ചെപ്പുകൾ ഓരോന്നായി ആ മനുഷ്യൻ തുറന്നു. അപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നു, എന്റെ ഭാര്യ, എന്റെ ആദ്യത്തെ ഭാര്യ, ഞാൻ അവഗണിച്ച ഭാര്യ, സ്നേഹം കൊടുക്കാതിരുന്ന ഭാര്യ, അവൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്തില്ലല്ലോ. പക്ഷെ എന്നോടൊപ്പം വരാൻ അവൾ മാത്രമല്ലേ കൂടെയുള്ളൂ എന്നോർത്ത് ഈ മനുഷ്യൻ വിലപിക്കുകയാണ്. അയാൾ മരിക്കുകയാണ്. ഇതൊരു കഥയാണ്. സഹോദരന്മാരെ, ഈ 4 ഭാര്യമാർ നമുക്കെല്ലാവർക്കുമുണ്ട്. ഈ 4 ഭാര്യമാരിൽ 4ാമത്തെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ശരീരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ട്. ശരീരത്തിന്റെ ചർമ്മത്തിന് ചുളിവ് വരാതിരിക്കാൻ 10,000 രൂപ വിലയുള്ള ലേപനങ്ങൾ പുരട്ടാൻ നമുക്കൊരു മടിയില്ല. ഏത് വസ്ത്രം ധരിച്ചാലാണ് നമുക്ക് കൂടുതൽ സൗന്ദര്യമുണ്ടാവുക എന്ന ചിന്ത ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ നമ്മളോടൊപ്പമുണ്ട്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പാടുപെടുന്നത് ഒരു ചാൺ വയറിനാണ്. പക്ഷേ മനുഷ്യന്റെ ശരീരത്തിൽ ആദ്യം ചീഞ്ഞു നാറുന്നതും വയറാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സഹീഹുൽ ബുഖാരി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം ചീഞ്ഞു നാറുന്ന ഭാഗം വയറാണ്. അപ്പൊ ആ ശരീരത്തിന് വേണ്ടി നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. മരണത്തോടെ ശരീരവും ആത്മാവും വേർപിരിയുകയാണ്. ആ ശരീരം മാത്രമേ പിന്നെ നിലവിൽ ജീവനില്ലാത്ത ഒരു ശരീരമാണ്. അവിടെ വച്ച് അവർ തമ്മിൽ പിരിയുകയാണ്. 3ാമത്തെ ഭാര്യ മുതലാണ്. 3ാമത്തെ ഭാര്യ എന്താ പറഞ്ഞത്? നിങ്ങൾ മരിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് വരെ ഞാനുണ്ടാകും, പടിയിറങ്ങിയാൽ പിന്നെ ഞാനില്ല. അത് മുതലാണ്, സമ്പത്ത്. വീട്ടിന്റെ പടിയിറങ്ങാൻ വരുന്ന വാഹനം പള്ളിയിൽ നിന്നാണ്, സ്വന്തം മുതലിൽ നിന്നല്ല. സ്വന്തം മുതൽ അതുവരെ കിടക്കുന്ന കട്ടിൽ, അതുവരെ കിടക്കുന്ന മുറി,
അതുവരെ ഉപയോഗിക്കുന്ന വസ്ത്രം, അതുപോലെയുള്ള സൗകര്യങ്ങൾ, അതാണ് മൂന്നാമത്തെ ഭാര്യ. അത് മുതലാണ്, സ്വന്തം സമ്പത്താണ്, സമ്പാദ്യമാണ്. മയ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത് പള്ളിയിൽ വാങ്ങിവെച്ചിട്ടുള്ള മയ്യത്ത് കട്ടിലാണ്. വീട്ടിൽ കിടക്കുന്ന കട്ടിൽ ആരെങ്കിലും കൊടുത്തേക്കാറുണ്ടോ? ഇല്ല. രണ്ടാമത്തെ ഭാര്യ പറഞ്ഞതെന്താ? നിങ്ങളുടെ ശരീരം മണ്ണിലേക്ക് വെക്കുന്നത് വരെ ഞാനുണ്ടാകും, പക്ഷേ ആ ശരീരം മണ്ണിലേക്ക് വച്ചാൽ പിന്നെ ഞാൻ നിങ്ങളോടൊപ്പമില്ല. സന്താനങ്ങളാണ്, ബന്ധുക്കളാണ്. ശരീരം കൊണ്ടുപോയി ഖബറിലേക്ക് വച്ചാൽ, പലക വച്ച് മൂടിയാൽ, മണ്ണിട്ട് മൂടിയാൽ മക്കൾ തിരിച്ചു പോരുന്നു, വീട്ടുകാരും തിരിച്ചു പോരുകയാണ്. ഒന്നാമത്തെ ഭാര്യയോ അത് സ്വന്തം നഫ്സാണ്, സ്വന്തം നഫ്സാണ്. അതിനുവേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? ഇതാണ് നമ്മുടെ ചർച്ചയുടെ മർമ്മം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ. വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോരുത്തരും തങ്ങളുടെ നാളത്തെ ജീവിതത്തിലേക്ക് വേണ്ടി എന്താണ് കരുതിയിട്ടുള്ളതെന്നൊരൽപ്പം തിരിഞ്ഞു നോക്കിക്കൊള്ളട്ടെ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. രണ്ട് ഭാഗത്തും അല്ലാഹു ശരിക്ക് നല്ല കട്ടിയായ ഭദ്രമായ ഒരു ഭിത്തി എന്ന നിലക്കാണ് തഖ്വയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നാളേക്ക് വേണ്ടി ഓരോരുത്തരും എന്താണ് കരുതി വച്ചിട്ടുള്ളത് എന്ന് സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊള്ളട്ടെ. സഹോദരങ്ങളെ, അതാണ് വേർപാട് എന്ന് പറയുന്ന സംഗതി. ഈ അടുത്ത കാലത്ത് സുനാമി ഉണ്ടായ ചരിത്രം നമുക്കറിയാം. സുനാമിയിൽ സുമാത്ര ദ്വീപിലെ ഒരു സ്ത്രീ ആകെയുണ്ടായിരുന്ന എല്ലാ മുതലും പോയിട്ട് 2 കുട്ടികളെ വാരിയെടുത്തുകൊണ്ട് ഓടുകയാണ്. അവസാനം അവർക്ക് മനസ്സിലായി, ഈ 2 കുട്ടികളെയും രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചാൽ ഈ 2 കുട്ടികളും ഞാനും ഈ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടിയെ ഒഴിവാക്കിയേ പറ്റൂ. സുബ്ഹാനല്ലാഹ്, പെറ്റ തള്ളമാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത സംഗതിയാണ്. ഒരു കുട്ടിയെ അവർ ഒഴിവാക്കി, മറ്റൊരു കുട്ടിയെയും കൊണ്ട് അവർ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട് ക്യാമ്പിലെത്തിയപ്പോൾ ഒരല്പസമയം ആ കുട്ടിയെ കാണാതായപ്പോ കരഞ്ഞുകൊണ്ട് ആ പെണ്ണ് ചോദിക്കുന്നു, ഐന തുഫ്ലി, എന്റെ കുട്ടിയെവിടെ? ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും ഇത് കണ്ടതാണ്. നമുക്ക് പറ്റുമോ നമ്മുടെ മക്കൾ ആരെങ്കിലും നമുക്ക് വലിച്ചെറിയാൻ? ജീവിച്ചിരിക്കുന്ന നമ്മളോടൊപ്പമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒന്നിനെ വലിച്ച് ദൂരേക്ക് കത്തിയാളുന്ന തീയിലേക്കോ വെള്ളത്തിലേക്കോ വലിച്ചെറിയാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. എങ്കിൽ അതിനേക്കാൾ പ്രധാനമുള്ളതാണല്ലോ നമ്മുടെ റൂഹ്, നഫ്സ്, ആത്മാവ്. അതിനുവേണ്ടി എന്താണ് നമ്മൾ ഒരുക്കി വച്ചിട്ടുള്ളത്? അള്ളാഹു അത് തന്നെ ചോദിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എന്ന്. ചങ്ങനാശ്ശേരിയിൽ കാട്ടാളന്മാരുടെ അടിയേറ്റ് ഒരു ASI മരിച്ചു. കഴിഞ്ഞ ദിവസം പത്രവാർത്തകളിലൂടെയും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടതാണ്. ഇദ്ദേഹം മരിച്ചു എന്ന വിവരം ഇദ്ദേഹത്തിന്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല. ആ സ്ത്രീ വന്നിട്ട് ഭർത്താവിന്റെ തലയിൽ ഇങ്ങനെ തടയിട്ട് ചോദിക്കുകയാണ്, എന്താ പറ്റിയത്? ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ. ഭർത്താവിന്റെ ചലനമറ്റ ശരീരം ആ ഡെഡ് ബോഡിയുടെ തലയിൽ ഇങ്ങനെ തടകിയിട്ട് സ്നേഹത്തോടുകൂടി ചോദിക്കുകയാണ്, എന്താ പറ്റിയത്? ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞത് അതിന് ശേഷമാണ്. അതാണ് വേർപാട്. സംസാരിച്ചിരിക്കുന്ന സംസാരം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ, കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അത് താഴോട്ടിറക്കാൻ പറ്റാതെ, നടന്നു പോകുന്ന യാത്ര അത് പൂർത്തിയാക്കാൻ പറ്റാതെ, അതാണ് മരണം എന്ന് പറയുന്നത്, വേർപാടെന്ന് പറയുന്നത്. ഇന്ന് പല ആളുകളും മക്കളെ വളർത്തുന്നത് എന്തിനാണ്? പരലോകത്ത് നേട്ടം കൊയ്യാനാണോ? 10,000-ൽ ഒരാളെ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. MBBS അഡ്മിഷന് വേണ്ടി ലക്ഷങ്ങൾ കൊടുത്തു, പരീക്ഷ പാസ്സായി, പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. മകൻ പ്രാക്ടീസ് ചെയ്യുന്ന ക്ലിനിക്കിലേക്ക് യാത്ര പോയി. ഒരൊറ്റ ആക്സിഡന്റ്, ആ മകൻ മരണപ്പെടും.
അതുവരെ ആ മകന് വേണ്ടി ഇവരൊരുക്കി വച്ചതെല്ലാം എവിടെ പോയി, എങ്ങോട്ട് പോകുന്നു? ഗൾഫിൽ ജോലിക്ക് പോയി. എന്തിനാ? സ്വന്തമായൊരു വീടുണ്ടാക്കണം. വർഷങ്ങളോളം ഗൾഫിൽ ജോലി ചെയ്തു, പൈസ വീട്ടിലേക്ക് അയച്ചു കൊടുത്തൊരു വീടുണ്ടാക്കി. ആ വീട്ടിലേക്ക് കയറി താമസിക്കാൻ ഞാൻ നാട്ടിൽ വന്നിട്ട് നമുക്ക് പെരകയറി താമസം നടത്താം, അങ്ങനെ പ്ലാൻ ചെയ്തു. ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു പോന്നു. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ചെറിയൊരു നെഞ്ചുവേദന. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മയ്യത്ത് പുതിയ വീട്ടിലേക്ക് കയറ്റാൻ നേരത്ത് ഭാര്യ പറഞ്ഞതെന്താ? പുതിയൊരു വീടാണ്, വേണ്ട, മയ്യത്ത് അങ്ങോട്ട് കയറ്റണ്ട എന്നാണ് പറഞ്ഞത്. അതാണ് മനുഷ്യന്റെ അവസ്ഥ. മരണം, വേർപാട് ഏത് നിമിഷവും അത് നമുക്ക് സംഭവിക്കാം. ആഭരണത്തിന് വേണ്ടി മരിക്കുന്ന വർഗമാണല്ലോ ഈ കൂട്ടര്, പെണ്ണുങ്ങള് അല്ലേ? ഒരാളും മരിച്ച, ഞാൻ കളിയാക്കുകയല്ല, വളരെ ഗൗരവത്തോടുകൂടി പറയും. ഒരാൾ മരിച്ചാൽ ആദ്യം എന്താ ചെയ്യാ? വസ്ത്രം മുഴുവനും അഴിച്ചു മാറ്റി ഒരൊറ്റ വസ്ത്രം കൊണ്ട് മൂടും, അല്ലേ? പെണ്ണുങ്ങൾ മരിച്ചാലോ വസ്ത്രമാണോ ആദ്യം മാറ്റുക? അല്ല, പിന്നെന്താ മാറ്റുക? ആഭരണം അഴിച്ചു മാറ്റും. വള ഊരിയെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒരുപാട് വളകൾ ഈ കൈ കൊണ്ട് ഞാൻ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ആ ഓർമ്മകൾ ഇന്നും എന്റെ മനസ്സിലുണ്ട്. സ്വന്തം മകനെപ്പോലെ കൊണ്ടു നടന്നുമ്മ മരണപ്പെട്ടിട്ട് വള ഊരിയിട്ട് പോരുന്നില്ലല്ലോടാ, ഇങ്ങോട്ട് വന്നേന്ന് വിളിച്ചിട്ട് ഊരാൻ പറ്റാതെ ആ കയ്യിൽ കിടന്ന വളകൾ മുറിച്ചു മാറ്റിയ ഓർമ്മ ഇന്നും എന്റെ മനസ്സിലുണ്ട്. അതിനുവേണ്ടിയാണ് മരിക്കുന്നത്, അതിനുവേണ്ടിയാണ് പാടുപെടുന്നത്, അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്. ആഭരണത്തിന് വേണ്ടി, സ്വത്തിനു വേണ്ടി. പക്ഷെ ഈ സ്വത്തും ഈ ആഭരണവും മരണപ്പെട്ടു പോകുമ്പോൾ എന്തേ കൊണ്ടുപോകാത്തത്? എന്റേത് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതെന്റേതാണ്. ആ കാണുന്ന പറമ്പ് 2.5 ഏക്കർ അതെന്റേതാണ്, മറ്റത് ഭാര്യയുടേതാണ്. എന്നിട്ട് എന്തേ കൊണ്ടുപോകാത്തത്? എനിക്ക് ബാങ്കിൽ 10 ലക്ഷം രൂപയുണ്ട്, ഭാര്യക്ക് 101 പവനുണ്ട്, ഞാൻ വാങ്ങിച്ചു കൊടുത്ത 51 വേറെയുണ്ട്. അല്ല, നിന്റേതല്ല, നിന്റെ ഭാര്യയുടേതുമല്ല. ആണെങ്കിൽ നമ്മുടേത് എന്ന് നമുക്ക് അവകാശപ്പെടണമെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തത് മാത്രമേ നമ്മുടേതാകൂ. നാളെ പാരത്രിക ലോകത്ത് നമ്മുടേതെന്ന് പറയണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത, ഒരു സംശയവുമില്ലാതെ പരലോകം പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുത്ത മുതൽ എത്രയാണോ അത് മാത്രമേ നമ്മുടെ മുതലായിട്ടുള്ളൂ. നമ്മുടെ റൂഹ് ശരീരത്തിൽ നിന്നും പോയാൽ പിന്നെ ഈ കിടക്കുന്നത് അനന്തരാവകാശികൾ പങ്കിട്ടെടുക്കും. അവര് നിങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്തു കൊള്ളണം എന്നില്ല, അല്ലേ? ഒരുപാട് ഉദാഹരണങ്ങൾ ഓരോരുത്തരുടെയും മൂക്കിന് താഴെ കാണാൻ കഴിയും. ഹറാമും ഹലാലൊന്നും നോക്കാതെ അങ്ങനെയാണല്ലോ ആളുകൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാ? കൂടുതൽ ശമ്പളം വാങ്ങാൻ പറ്റിയ ജോലി ഏത് കോഴ്സ് പാസ്സായാലാണോ കിട്ടുക അതിന് എത്ര കോടി ചെലവ് ചെയ്യാൻ എന്ത് ചെയ്യാറുണ്ട്? തോട്ടിപ്പണി ചെയ്താലാണ് പൈസ കൂടുതൽ കിട്ടുകയെങ്കിൽ തോട്ടിപ്പണിക്ക് ആള് വിടും. തെങ്ങ് കയറാൻ പോയാൽ അതൊരു കോഴ്സാണ്. തെങ്ങ് കയറ്റ തൊഴിലാളിക്ക് 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ല, തെങ്ങ് കയറ്റം പഠിപ്പിക്കുന്ന കോളേജ് തന്നെ ഉണ്ടാക്കും ഇവിടെ. ഇപ്പം തന്നെ കുക്കറി കോഴ്സിനെ കഞ്ഞി കൂട്ടാനും വെക്കാൻ എന്തിപ്പോ കോഴ്സ്? കാര്യങ്ങളുണ്ട്. അജിനാമോട്ടോന്റെ ചേരുവകൾ ചോദിച്ചാൽ നാടന് മനസ്സിലാവൂല, പക്ഷെ അത് പഠിച്ച കുട്ടികൾക്ക് അറിയാൻ പറ്റും. അത് വേറെ വിഷയം. ഈ കഞ്ഞി കൂട്ടാനും വെക്കാനാണല്ലോ കുക്കറി കോഴ്സിന് വിടുന്നത്. എത്ര പൈസയൊക്കെ കൊടുത്ത് അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ സർ, ഏത് സർ? കണ്ട കാളനെയും കൂളനെയും സാറെന്ന് വിളിച്ചിട്ട് ഈ തീന്റെ ചൂടൊക്കെ അതിപ്പോ നാടൻ ലുങ്കി അവിടെ മടക്കി കുത്തിയിട്ട് കുറെ സവാള അരിഞ്ഞിട്ട് അങ്ങോട്ട് വേവിച്ചു കൊടുത്ത അനുബന്ധ പാട് ഇല്ല. ലക്ഷ്യമെന്ത്? അതാണ് പ്രശ്നം. പൈസയാണ്, പണം. എത്രത്തോളം അധികം വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ അതിനു വേണ്ടി കുട്ടികളെ വളർത്തുക, അതിനുവേണ്ടി ശ്രമിക്കുക. നമ്മൾ അതിനപ്പുറം വലത്തോട്ട് സലാം വീട്ടൽ ഫർളും ഇടത്തോട്ട് സലാം വീട്ടിൽ സുന്നത്താണെന്നെങ്ങാനും കൗമിന് പരസ്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ ഇടത്തോട്ട് സലാം വീട്ടൂല, അതിനു മുമ്പ് എണീച്ചു പോവും. അങ്ങനെയല്ലോ ഒന്നു കൊടുക്കാൻ നിൽക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2 ഏക്കറിന് പട്ടയമുണ്ടാവേ, 1/2 ഏക്കറിന് പട്ടയമില്ല, ഒന്നു കൊടുക്കുക. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സലാം വീട്ടട്ടെ, മറ്റേന്റെ പട്ടയത്തിന്റെ കണക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. എന്തിനാ ഈ പാടുപെടുന്നത്? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ഏതാ? പോകണ്ടേ തറവാട്ടിലേക്ക്?
ആ പറഞ്ഞുകൊണ്ടിരിക്കാലേ ആയിരിക്കും വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഏതൊരാത്മാവിനും അതിന്റെ കർമാവധി ആസന്നമായാൽ ഒരു നിമിഷനേരം പോലും പിന്തിക്കുന്ന പ്രശ്നമില്ല. അതാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അക്സിറു ദിക്റ ഹാദിമൽ ലദ്ദാത്തിൽ മൗത്ത്. ദുനിയാവിലെ മുഴുവൻ സുഖസൗകര്യങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ അധികം ഓർക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുണ്ടായ കാരണമതാണ്. എല്ലാവരും മരിക്കൂലോ. ആർക്കെങ്കിലും ഒരു സ്ഥിരവാസം ഈ ദുനിയാവിൽ അല്ലാഹു കൊടുക്കുമായിരുന്നെങ്കിൽ വലൗ ഖദ്ദറ റഹ്മാനു ഖുൽദൻ ലിഖൽഖിഹി ലിദുനിയാ ലാ മാമാതൻ നബിയു ബിതൈബതി. ദുനിയാവിൽ ആർക്കെങ്കിലും സ്ഥിരജീവിതം പടച്ച തമ്പുരാൻ കൊടുക്കുമായിരുന്നെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ജീവിതം കൊടുക്കുമായിരുന്നു. പക്ഷേ ആ അല്ലാഹുവിന്റെ റസൂല് പോലും ദുനിയാവിൽ നിന്നും വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ഞാനും നിങ്ങളും ഏത് നിമിഷവും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞോ എന്ന് വന്നേക്കാം. പക്ഷേ എന്താ നമ്മൾ കരുതിയിട്ടുള്ളത്? അത്തറല അൻ തകൂന റഫീഖ ഖൗമിൻ ലഹും സാദുൻ വ അൻത ബിഗൈരി സാദി. ഒരേ ഭാഗം ആളുകളോടൊപ്പം ചേരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ലഹും സാദുൻ, അവരുടെ കയ്യിൽ വിഭവങ്ങളുണ്ട്. വ അൻത ബിഗൈരി സാദി, നിന്റെ കയ്യിലാകട്ടെ യാതൊരു വിഭവങ്ങളുമില്ല. എന്ത് വിഭവം ഇപ്പൊ നമ്മുടെ അടുത്തുള്ളത്? നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം പരിശോധിച്ചാല് അവരുടെ കൈ കൊടുത്തു, കണ്ണ് കൊടുത്തു, തല കൊടുത്തു, രക്തം കൊടുത്തു, ജീവൻ കൊടുത്തു എന്ന് പറയാനുണ്ട്. നമുക്ക് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. നമ്മൾ വിചാരിക്കേണ്ടത് നമസ്കാരത്തിന് ഷർത്ത്, ഫർള്, സുന്നത്ത് ഇതെല്ലാം ശരിയാണ്, ശിർക്ക് ചെയ്യുന്നുമില്ല, അപ്പൊ പിന്നെ കിട്ടൂന്നാണ്. ആ മനസ്സിൽ വെച്ചാൽ മതി. സാധ്യത വളരെ കുറവാണ്. കിട്ടണമെങ്കിൽ കാരുണ്യം കൊണ്ട് അള്ളാഹു മൂടണം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ നാമനിർദ്ദേശ പത്രിക കൊടുക്കാറുണ്ടല്ലോ. ഈ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിച്ചു കൊടുക്കുന്നത് എഴുത്തുമാൻ അറിയാത്ത ആൾക്കാരല്ല, ഇത് സ്ഥിരമായി ചെയ്ത് നല്ല പരിചയമുള്ള ആളുകളാണ്. അപ്പൊ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന അവസാനത്തെ തീയതി പത്രത്തിൽ നമ്മളിങ്ങനെ വായിക്കുമല്ലോ. പിൻവലിക്കാനുള്ള അവസാനത്തെ തീയതി സൂക്ഷ്മ പരിശോധന. അവിടെയാണ് പ്രശ്നം. എത്രയോ വമ്പന്മാരുടെ നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയതായി പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഓരോന്നിടത്ത് ഇങ്ങനെ സൽമാൻ ഇവിടെ വാ, സൽമാൻ ചെല്ലും, നിസ്കാരം എടുത്തിട്ട് ഇങ്ങനെ കുടുക്കി നോക്കും. പടച്ചോൻ, എടാ ഇത് പേടാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. അത്താഉ സലമി റളിയല്ലാഹു അൻഹു മദീനയിലെ നല്ലൊരു എംബ്രോയിഡറി വിദഗ്ധനാണ്. അദ്ദേഹത്തോട് ഒരു കടക്കാരൻ പറഞ്ഞു, ഒരു കുറെ ഡിസൈൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഡിസൈൻ എല്ലാം ഉള്ള ഒരു വിരിപ്പ് നെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം മാസങ്ങളോളം കഷ്ടപ്പെട്ട് ആ വിരി നെയ്ത് കച്ചവടക്കാരന്റെ കൈ കൊണ്ടു കൊടുത്തു. കച്ചവടക്കാരൻ ആ വിരി നിവർത്തി നോക്കിയിട്ട് പറഞ്ഞു, അല്ലാത്താഴെ ഞാൻ പറഞ്ഞ ഡിസൈനിൽ വ്യത്യാസമുണ്ടല്ലോ, കളറിൽ ഒരുപാട് മാറ്റം കാണുന്നുണ്ടല്ലോ. ഇത്രേ പറഞ്ഞുള്ളൂ. അത്താഉ സലമി റളിയല്ലാഹു അൻഹു വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ആളുകൾ കൂടി. കച്ചവടക്കാരൻ പറഞ്ഞു, എന്തിനാ നീ കരയണേ? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, എനിക്ക് കാശ് തരാ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ കളറൊക്കെ ഒരു ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അത്താഉ സലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ കുറ്റം പറഞ്ഞതിൽ എനിക്ക് പ്രശ്നമില്ല. അള്ളാഹു എനിക്ക് ആയുസ് തന്നാൽ, യമനിൽ നിന്നും നല്ല നൂല് കിട്ടിയാൽ, ഇതിനേക്കാൾ നല്ല ഡിസൈനുകൾ നെയ്യാൻ ഒരുപക്ഷേ ഈ അത്താഴിന് കഴിഞ്ഞെന്ന് വന്നേക്കും. പക്ഷേ നാളെ പാരത്രിക ലോകത്തേക്ക് പടച്ചതമ്പുരാന്റെ കോടതിയിലേക്ക് ഞാൻ ഒരു വിരി നെയ്തിട്ടുണ്ട്. ത്തിന്റെ ഡിസൈനുണ്ട്, അതിൽ നോമ്പിന്റെ ഡിസൈനുണ്ട്, സക്കാത്തിന്റെ ഡിസൈനുണ്ട്, ഖുർആൻ പാരായണത്തിന്റെ ഡിസൈനുണ്ട്. അങ്ങനെ ഒരുപാട് ഡിസൈനുകൾ ആ വിരിപ്പിലുണ്ട്. പടച്ചതമ്പുരാൻ നാളെ പാരത്രിക ലോകത്ത് നീതി പൂർണ്ണമായും നടപ്പിലാക്കപ്പെടുന്ന കോടതിയിൽ വെച്ചുകൊണ്ട് എന്നോട് ചോദിച്ചാൽ, അത്താഴെ ഈ നമസ്കാരത്തിന്റെ വിരിപ്പിൽ ഇഖ്ലാസിന്റെ നൂല് കാണുന്നില്ലെന്ന് പറഞ്ഞാൽ, ഈ നോമ്പിന്റെ ഡിസൈനിൽ തഖ്വയുടെ നൂലിന് കളറില്ല എന്ന് പറഞ്ഞാൽ, ഈ ഖുർആൻ പാരായണത്തിന്റെ ഡിസൈനിൽ തജ്വീദിന്റെ നൂല് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ, തിരിച്ചു ഭൂമിയിലേക്ക് വന്ന് ആ ഡിസൈൻ നെയ്തെടുക്കാൻ ഈ അത്താഴിന് കഴിയില്ലല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞതാണെന്ന് അത്താഉ സലമി റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ, നമ്മുടെയൊക്കെ അമലിന്റെ കോലം അത് സ്വന്തം മനസാക്ഷിയോട് നമ്മൾ ചോദിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അമലുകൾ കൊണ്ടൊന്നും രക്ഷപ്പെടാത്ത ഒരു ദിവസം
അപ്പൊ ചോദിച്ചു, നബിയെ അങ്ങയും രക്ഷപ്പെടൂലേ? ഇല്ല, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടിയെങ്കിലല്ലാതെ ഞാനും രക്ഷപ്പെടുകയില്ല. റസൂലുള്ള ഒരിക്കൽ പരലോകത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, വല്ലാഹി ലാ അദ്രീ വല്ലാഹി ലാ അദ്രീ വഅന റസൂലുള്ളാഹ് മാ യുഫ്അലു ബി വലാ ബികും. അല്ലാഹുവാണ്, എനിക്കറിയില്ല കേട്ടോ. വഅന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നതൊക്കെ ശരി തന്നെയാണ്. മാ യുഫ്അലു ബി വലാ ബികും, എന്നെയോ നിങ്ങളെയോ നാളെ പാരത്രിക ലോകത്ത് പടച്ചതമ്പുരാൻ എന്താ ചെയ്യുന്നതെന്ന് വല്ലാഹി ലാ അദ്രീ, എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞിട്ടുണ്ട്. സഹീഹുൽ ബുഖാരി പരിശോധിച്ചാൽ ആ സംഭവം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അത് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് കരച്ചിലില്ല, അതിന് ബോധമില്ലാത്തതുകൊണ്ടാണ്. ചരമക്കോളം നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് ആളുകൾ മരിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ നാളെ നമ്മൾ മരിച്ചു എന്ന അതേ കോളത്തിൽ വാർത്ത വരും. നമ്മുടെ അയൽവാസി നമ്മളെ തേടി വരും. പിണങ്ങി നിന്നവരൊക്കെ വരുന്ന ദിവസം, മരിക്കുന്ന ദിവസം. അതുവരെ പിണങ്ങി നിന്നവർ നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞു നിൽക്കും. സലാം പറഞ്ഞാലും മടക്കൂല. കടന്നല കൊത്തിയ മുഖമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണ ആള് കണ്ണങ്ങ് അടഞ്ഞു കഴിഞ്ഞാൽ വരികയാണ്. ഇനി കാണാൻ പറ്റൂല്ലോ. ഇനി തറവാട്ടിൽ നിരത്തി നിർത്തുമ്പോ പറമ്പിൽ വെച്ചായിരിക്കും കാണുക. അന്നേരം ഒന്നും സംസാരിക്കാൻ പറ്റൂല. കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്രശ്നം. അപ്പൊ അവസാനത്തെ കാഴ്ച ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിക്കും. ഇതാണ് സഹോദരന്മാരെ മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യൻ വളരെ നിസ്സാരനാണ്. ലോകത്തെ ഏറ്റവും വിവരമില്ലാത്ത സൃഷ്ടി ഏതാന്ന് ചോദിച്ചാൽ പറയാം മനുഷ്യനാണ്. ഒന്നും പറഞ്ഞുകൂടാ, വെറും പൊട്ടന്മാരാണ്. എന്താ ഈ സംഗതി? ഒരാട് പ്രസവിച്ചാൽ ആ കുഞ്ഞ് കുറെ നേരം നിന്നിട്ട് ഇങ്ങനെ വയസ്സായ ആൾക്കാരുടെ പല്ലാറിനാര് കുറച്ചു നേരം നിന്ന് ആടും. അത് കഴിഞ്ഞ് ഇതിങ്ങനെ നടന്നു പോയിട്ട് നേരെ പോയിട്ട് പാലുടിക്കും. ഇല്ലേ? പശു പ്രസവിച്ചാലോ അതെ, ഏത് ജന്തു പ്രസവിച്ചാലോ അതെ. മനുഷ്യൻ പ്രസവിച്ചാലോ, ഒരു പെണ്ണ് പ്രസവിച്ചൊരു മനുഷ്യക്കുട്ടീനെ അതിങ്ങനെ ഹീന്ന് കിടന്ന് കാണിക്കലല്ല, അതെ എടുത്ത് കുടിക്കാൻ അതിന് വെച്ചു കൊടുത്താൽ പോലും കുടിക്കൂല ചില കുട്ടികള്. അല്ലേ? എര തേടാൻ മൃഗങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് വേണ്ട. പക്ഷെ മനുഷ്യനും സ്കൂളിൽ പോകണം, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണം, ആ കോഴ്സ് പാസ്സാവണം, എന്നിട്ട് ജോലി ചെയ്താലേ അവനെ അന്നം കിട്ടുള്ളൂ. അല്ലേ? മൃഗങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഉണ്ടോ? പക്ഷികൾക്കുണ്ടോ യൂണിവേഴ്സിറ്റി? ഇല്ല. അപ്പൊ ഒരു വിവരമില്ലാത്തവരാ മനുഷ്യൻ, ഏറ്റവും അഹങ്കാരി. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ പലതും നിയന്ത്രണ വിധേയമാക്കാനുള്ള കഴിവ് അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ കൊടുത്ത കഴിവുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതിന് പകരം ദുനിയാവ് വാരിക്കൂട്ടാനുള്ള ശ്രമം, അവിടെയാണ് പരാജയം സംഭവിക്കുന്നത്. ആ 4 ഭാര്യമാരുടെ കഥ പറഞ്ഞ ഒന്നാമത്തെ ഭാര്യയായ ആത്മാവ് അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. മറ്റു 3നും വേണ്ടി ചെയ്യാൻ നമുക്കൊരു മടിയില്ല. മരിക്കാൻ ഒരാള് മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്താ? ഒരു സമുദ്രത്തിലെ മുഴുവൻ വെള്ളം കിട്ടിയാലും കുടിക്കാൻ അയാൾക്ക് ആഗ്രഹം ഉണ്ടാവും. അത്ര ദാഹമായിരിക്കും. കൊടുക്കുവോ? കൊടുക്കൂല. കല്ല ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് والتفت الساق بالساق إلى ربك يومئذ المساق. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ, കണങ്കാലും തമ്മിൽ കൂടിപ്പിണരുമ്പോൾ, ഇത് തന്റെ റബ്ബിങ്കലേക്കുള്ള മടക്കമാണെന്ന് മനസ്സിലാക്കുമ്പോ, അറ്റകൈ പ്രയോഗിക്കാൻ ആരാണുള്ളതെന്ന് ചോദിക്കപ്പെടുമ്പോ എല്ലാം അവസാനിക്കുകയാണ്. ഭാര്യ അടുത്തുണ്ട്, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, വെള്ളം ഇരിക്കുന്ന പാത്രത്തിലേക്ക് നോക്കുന്നുണ്ട്. എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം തരൂ എന്ന് പറയാനുള്ള ശേഷി നാവിന് നഷ്ടപ്പെടുകയാണ്. അതുവരെ ഹറാമും ഹലാലും നോക്കാതെ കുടിച്ചവനല്ലേ, ഹറാമും ഹലാലും നോക്കാതെ തിന്നവനല്ലേ, ഹറാമും ഹലാലും നോക്കാതെ ആസ്വദിച്ചവരാണ്. പക്ഷേ ആ സമയത്ത് ആ മനുഷ്യന് പറയാൻ കഴിയുന്നില്ല. ശുദ്ധ ഖുർആന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ആ മരണത്തിന്റെ സന്ദർഭം അല്ലാഹു അവതരിപ്പിച്ച ശബ്ദമില്ലേ, കാഫ് കൊണ്ട് കുറെ ശബ്ദമല്ലേ റബ്ബ് പറയുന്നത്? ശ്രദ്ധിച്ചോ. കല്ല ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ്
വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. ആ ഖാഇന്റെ ശബ്ദമുണ്ടല്ലോ, മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ റൂഹ് അവന്റെ തൊണ്ടക്കുഴിയിലെത്തുമ്പോ കഫം കുരുങ്ങും തൊണ്ടയിൽ. ഖാഫിന്റെ ശബ്ദം മാത്രമേ പിന്നെ പുറത്തേക്ക് കേൾക്കുകയുള്ളൂ. എന്ന ശബ്ദമായിരിക്കും. അത് പ്രായാധിക്യം കൊണ്ട് കിടക്കുന്ന രോഗി മരിക്കുമ്പോൾ മാത്രമല്ല, അപകടത്തിൽ മരിക്കുന്നവനായാലും ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നവനായാലും റൂഹ് തൊണ്ടക്കുഴിയിൽ വരുമ്പോ കഫം അവിടെ ഒന്ന് കുരുങ്ങുമ്പോ എന്ന ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും പുറത്തേക്ക് വരികയില്ല. അള്ളാഹുവിന്റെ കലാമിന്റെ അത്ഭുതങ്ങളിൽ മറ്റൊന്നാണത്. അതാ ഖുർആന്റെ പ്രത്യേകത. ആ മരിക്കുന്ന സന്ദർഭത്തെ പറ്റി പറയുമ്പോ ആ ഒരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം തന്നെ ആ സന്ദർഭത്തെ പറ്റി അള്ളാഹു പറഞ്ഞ ഇതാണ് സംഭവിക്കാനുള്ളത് എന്നാ. ഭാര്യ അടുത്തുണ്ട്, മക്കളടുത്തുണ്ട്, വെള്ളം കൊടുക്കൂല. അള്ളാഹുടെ ദുനിയാവിൽ കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും ചെറിയ സ്പൂൺ കൊണ്ടുവരും. ആരെങ്കിലും ആ സ്പൂണിൽ ഒരു സ്പൂൺ വെള്ളം കൊടുക്കാൻ പോയാൽ പിടിക്കും. മോനെ കൊടുക്കരുത്, ഏതായാലും മരിക്കല്ല, വെള്ളം കുടിക്കാതെ മരിക്കട്ടെ എന്നാ. അങ്ങനെയാണോ? ഏതായാലും മരിക്കും, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തൂടെ, കുറച്ച് കരുണ കാണിച്ചൂടെ മരിക്കാൻ കിടക്കുന്ന ആൾക്കാരോട്? എന്തായാലും മരിക്കും. അള്ളാഹു തീരുമാനിച്ച സമയത്ത് മരിക്കും. വെള്ളം കുടിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യനാണെങ്കിൽ കുറച്ച് വെള്ളം കൊടുത്തൂടെ? മോനെ പെട്ടെന്ന് മരിച്ചു പൊയ്ക്കോട്ടെ. സ്വർഗത്തിലേക്കാണെങ്കിൽ അത് വളരെ വേഗത്തിലും, നരകത്തിലേക്കാണെങ്കിൽ ഈ ഭാരവും ഭൂമിയിൽ നിന്ന് ഒഴിവാക്കാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞ അങ്ങനെയല്ലോ, പെട്ടെന്ന് കൊണ്ടുപോകും. എന്തേ? സ്വർഗത്തിലേക്കാണെങ്കിൽ പെട്ടെന്ന് എത്തിക്കാം, നരകത്തിലേക്കാണ് ആ കുരിശ് നമ്മുടെ തലേന്ന് ഒഴിവാക്കാന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ. അപ്പൊ കുറച്ച് വെള്ളം കൊടുത്താൽ എന്താ? കൊടുക്കൂല. ഭാര്യ അടുത്തുണ്ടാവും, എല്ലായിടത്തും എന്താ കാര്യം? പക്ഷെ ഇവിടെ എല്ലാം സങ്കടകരമായ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, മുഅ്മിനുകളായ മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഹേ സമാധാനം പ്രാപിച്ച ആത്മാവേ, റബ്ബ് നിന്നെക്കുറിച്ച് തൃപ്തനാണെന്ന നിലക്ക്, നീ റബ്ബിനെ കുറിച്ചും തൃപ്തനാണെന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകൾ പ്രവേശിക്കുന്ന കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും മുഅ്മിനായ മനുഷ്യന്റെ റൂഹിനെ പിടിക്കുക. അതാണ് മുഅ്മിനായ മനുഷ്യന്റെ റൂഹിന്റെ പ്രത്യേകത. ഞാൻ ചുരുക്കിയാ പറയുന്നത്. എന്നാലോ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിലോ, حتى إذا جاءتهم رسلنا يتوفونهم قالوا أينما كنتم تدعون من دون الله قالوا ضلوا عنا وشهدوا على أنفسهم أنهم كانوا كافرين. حتى إذا جاءتهم رسلنا يتوفونهم. ദുർനടപ്പുകാരായ തോന്യവാസികളായ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ശിർക്ക് ചെയ്യുന്ന, കുഫർ ചെയ്യുന്ന, ളുൽമ ചെയ്യുന്ന ആളുകളെ മരിപ്പിക്കാൻ മരണദൂതന്മാർ ചെല്ലുന്ന സന്ദർഭത്തിൽ ഖാലൂ, അവരാ മനുഷ്യനോട് ചോദിക്കുന്നു, ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ നീ വിളിച്ചു പ്രാർത്ഥിച്ചവരെല്ലാം എവിടെ പോയടോ? നേർക്ക് നേരെ നടക്കുന്ന ചർച്ചയത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റൂല. കാരണം മലക്കുകളെ കാണാനുള്ള ദൃഷ്ടി നമുക്കല്ല തന്നിട്ടില്ല. അത് പ്രവാചകന്മാർക്ക് മാത്രമേ കഴിയൂ. പിന്നെ കഴിയും ആർക്ക്? ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തി ഇങ്ങനെ മരിക്കാൻ സമയത്ത് മലക്കുകളെ കാണും. എന്നാൽ ഞാനിങ്ങനെ സാധനത്തിനെ കാണുന്നുണ്ട്, ഇന്നതാണ് ഇതിന്റെ കോലം എന്ന് പറയാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കൂല. അതാണ് അള്ളാഹുവിന്റെ മറ്റൊരത്ഭുതം. ആ മലക്കുകൾ വന്നിട്ട് ചോദിക്കും, മോനെ നിന്റെ ചീട്ട് കീറാൻ മോനെ, നീ ബദരീങ്ങളെ വിളിച്ചിട്ടുണ്ട്. റമദാൻ മാസത്തിൽ 17 രാവിന് ബദർ മൗലൂദ് കഴിച്ചില്ലേ? യമം ബിഹി ഹല്ലറദ വമം ബിഹം മിന്നകിദാ ഖുൽ നാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദ്റശ്ശുഹദാ. ആധിയുണ്ടോ നിനക്ക്? വ്യാധിയുണ്ടോ നിനക്ക്? ദുഃഖമുണ്ടോ? വിഷമമുണ്ടോ? പ്രയാസമുണ്ടോ? ഖുൽ നാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദ്റശ്ശുഹദാ. സഹായം തേടിക്കൊണ്ട് നീ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ. യാ അഹ്ല ബദ്റശ്ശുഹദാ, ബദർ ശുഹദാക്കളെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് നീ വിളിച്ചോളൂ എന്നല്ലേ ബദർ മൗലിദുകാരൻ ഇരവ് പറയുന്നത്.
മമ്പുറത്തെ തങ്ങളെ വിളിച്ചിട്ടുണ്ട്, മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ വിളിച്ചിട്ടുണ്ട്, അഹ്മദുൽ കബീർ റിഫായി റഹ്മത്തുള്ളാഹി അലൈഹിയെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഔലിയാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്, പിരാന്തന്മാരെയും വിളിച്ചിട്ടുണ്ട്, അമ്പിയാക്കന്മാരെയും വിളിച്ചിട്ടുണ്ട്. മലക്ക് ഒന്ന് ചോദിക്കും, ഡാ ഇബ്രാഹിംകുട്ടി, നിന്റെ ചീട്ട് കീറാൻ പോണേ, നീ അല്ലാഹുവല്ലാത്ത കുറെ ആളുകളെ വിളിച്ച് നീ പിന്നെ പ്രാർത്ഥിച്ചിരുന്നല്ലോ, പേരെന്ത് പറഞ്ഞാലും ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം തേടലാണ് എന്നാണ്. അങ്ങനെ മൗലവിമാര് പറയാ, കള്ള് ഇരിക്കണ കുപ്പിയുടെ പുറത്ത് മോര് എന്ന് എഴുതിയാൽ അത് കുടിക്കാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ചു. കള്ള് അതായത് മോര് പോലെയുള്ള ഇരിക്കുക, അപ്പൊ മോര് എന്ന് എഴുതിയാൽ കുടിക്കാൻ പറ്റൂല. കള്ള് കള്ള് തന്നെ, ഹറാമ് ഹറാമു തന്നെ. പേരെന്ത് ഓമന പേര് കൊടുത്താലും ചെയ്യുന്നത് ശിർക്ക് തന്നെ, കുഫ്ർ തന്നെ, യാതൊരു സംശയമില്ല. അപ്പൊ മലക്കുകൾ ചോദിക്കും, അപ്പൊ ഈ മനുഷ്യൻ എന്താ മറുപടി പറയാ? ഞങ്ങൾ സഹായം തേടിയിട്ടല്ലേ ഉള്ളൂ, അങ്ങനെ സഹായം തേടാനുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊന്നും പറയില്ല. കാലു, ആ മനുഷ്യൻ മറുപടി പറയുന്നു, ലല്ലു അന്നാ, അവരെല്ലാവരും ഞങ്ങളെ വിട്ടുപോയി. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാമിനോട് പറയുന്ന മറുപടി, അല്ലാഹുവല്ലാത്ത ഒരുപാട് ആളുകളെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നതൊക്കെ ശരി തന്നെ, അവരെല്ലാം ഞങ്ങളെ വിട്ടുപോയി. അപ്പൊ പടച്ചതമ്പുരാൻ പറയുന്നു, വശഹിദു അലാ അൻഫുസിഹിം, സ്വന്തത്തിനെതിരെ അവരതാ സാക്ഷി നിൽക്കുന്നു. എന്താ സാക്ഷ്യം പറയുന്നത്? അന്നഹും കാനൂ കാഫിരീൻ, ഞങ്ങൾ കാഫിറുകളായിരുന്നു എന്ന്, ഞങ്ങൾ കാഫിറുകളായിരുന്നു എന്ന് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സമ്മതിച്ചതിന് ശേഷമേ റൂഹിനെ അങ്ങോട്ട് പിടിക്കുകയുള്ളൂ. ഇത് ഞാൻ പറയല്ല, സൂറത്തുൽ അഅറാഫിലെ 37-ാമത്തെ ആയത്തെടുത്ത് നോക്കിയത് പച്ചയായിട്ട് കാണാം. ഏത് ഖുർആൻ പരിഭാഷ എടുത്ത് നോക്കിക്കോ. സുന്നി പണ്ഡിതന്മാരെഴുതിയാലും ശരിയാണ്, മുജാഹിദ് പണ്ഡിതന്മാരെഴുതിയാലും ശരിയാണ്, ആരെഴുതിയാലും ശരിയാണ്. സൂറത്തുൽ അഅറാഫിലെ 37-ാമത്തെ ആയത്തിൽ നേർക്ക് നേരെയാണ് അല്ലാഹു പറയുന്നത്. മലക്കുൽ മൗത്ത് ഒന്ന് ചോദിക്കുക, വിളിക്കുക, നീ ഒന്ന് വിളിക്കുക, അവര് പോയി, പഴച്ചുപോയി, ഞങ്ങൾ കാഫിറായിരുന്നു എന്ന് മലക്കുൽ മൗത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് സമ്മതിക്കും. എന്നിട്ടോ മുഅ്മിനായ മനുഷ്യന്റെ റൂഹിന് ഒന്നാനാകാശത്തെ കവാടങ്ങൾ തുറന്നിട്ട് ഒന്നാനാകാശത്തെ മുഖറബുകളായ മലക്കുകൾ അകമ്പടി സേവിച്ച് 7 തട്ടുകൾ പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മറിച്ച് അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ റൂഹ് പിടിച്ചാലോ ഒന്നാമത്തെ ആകാശത്തേക്ക് പറക്കുമ്പോ അല്ലാഹ് പറയുന്നു, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്നാ ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ആകാശ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിൽ അവർ പ്രവേശിക്കുകയില്ല. ഏതുവരെ? ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന സമയം വരെ അവര് സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കാറില്ല, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നിട്ടില്ല, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച ആളുകൾ സ്വർഗത്തിലും പ്രവേശിക്കുകയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാനാ പറഞ്ഞത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, തെക്കൻ കേരളത്തിന്റെ ഏതാണ്ട് കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിലും ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നടക്കുന്നത് ഖുത്ബിയ്യത്താണ്. ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഖുത്ബിയ്യത്താണ്. ഖുത്ബിയ്യത്തിൽ എന്താ പറയുന്നത്? ലോകത്ത് മനുഷ്യന്മാരെന്താ വിശ്വസിക്കുന്നത്? മഴ പെയ്യിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അല്ലാഹു വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ ലയഖൂലുന്നല്ലാഹ്, വാനലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ട് നിർജീവമായി കിടന്ന ഭൂമിയെ ജീവത്താക്കിയതാരെന്നവരോട് ചോദിച്ചാൽ, അഥവാ മുശ്രിക്കുകളോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണെന്നവർ സമ്മതിച്ചുകൊണ്ട് പറയുന്നതാണ്. മുശ്രിക്കുകളുടെ പോലും വിശ്വാസം അല്ലാഹയാണ് മഴ പെയ്യിക്കുന്നതെന്ന്. പക്ഷെ ഖുത്ബിയ്യത്തിന്റെ ആളുകളുടെ വിശ്വാസം മുഹ്യിദ്ദീൻ ശൈഖാണ്. يا قطب أهل السماء والأرض غوثهما يا فيض عيني وجوديهم وغيثهما يا ابن العليين
ഖദ് അഹ്റസ്ത ഇർസഹുമാ യാ ഖൈറ മൻ കാന യുദ്ആ മുഹിയുദ്ദീൻ. 4 വരികൾ മാത്രം. യാ ഖുതുബ അഹ്ലിസ് സമാ വൽ അർളി ഗൗസഹുമാ, ആകാശഭൂമികളുടെ ഖുതുബും ഗൗസുമായ കേന്ദ്രബിന്ദുവായ മുഹിയുദ്ദീൻ ശൈഖേ. യാ ഫൈല ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ, ആകാശലോകത്തും ഭൂമിലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ മആദല്ലാഹ്, അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അൻസൽതുമൂഹും മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ മേഘത്തിൽ നിന്നും മഴയിറക്കിയത്, അതല്ല നാമാണോ മേഘത്തിൽ നിന്നും മഴയിറക്കിയത് എന്ന് ചോദിച്ചത് ലോകത്തിന്റെ തമ്പുരാനായ പടച്ച തമ്പുരാനാണ്. കുത്തുബിയ്യത്തിന്റെ ആളുകൾ പറയുന്നത് എന്താ? മഴ പെയ്യിക്കുന്നത് മുഹിയുദ്ദീൻ ശൈഖാണെന്ന്. മആദല്ലാഹ്, മുഹിയുദ്ദീൻ ശൈഖ് ഇത് കേട്ടാണ്ടല്ല, കഴുത്ത് പറ്റിയിട്ട് ഉപ്പുമാങ്ങ ഇട്ട് വെക്കണ ഭരണിയാക്കും ഉലമാരുടെ. മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി ഇത് പറഞ്ഞിട്ടില്ല. മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി നിരപരാധിയാണ്. മുഹിയുദ്ദീൻ ശൈഖ് എന്താ പറഞ്ഞേ? ഇൻ അബ്തഅത് ഗാറത്തുൽ അർഹാമി വബ്തഅദത് അന്നാവാസുറു ഷൈഉൻ ഗാറത്തുല്ലാഹി യാ ഗാറത്തല്ലാഹി ഹുസിസൈറ മുസ്രിഅതൻ ഫി ഹല്ലി ഉഖദതിനാ യാ ഗാറത്തല്ലാഹി അർജൂഹു സുബ്ഹാനഹു അല്ലാ തുഖൈബ ലി ظنا فحسبي ما أرجوه في الله الحمد لله حمدا دائما أبدا الحمد لله ثم الحمد لله الحمد لله رب العالمين على ما كان يلهمني الحمد لله. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, എല്ലാ സഹായങ്ങളും വൈകിയാലും, കുടുംബക്കാരുടെ സഹായങ്ങൾ വൈകിയാലും ഏറ്റവും അടുത്ത സഹായം അല്ലാഹുവിന്റെ സഹായമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ സഹായമേ യഗാറത്തല്ലാഹി, അല്ലാഹുവിന്റെ സഹായമേ വളരെ പെട്ടെന്ന് ഞങ്ങളുടെ അരികിലെത്തൂ. മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാ. ആ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചിട്ട് അവരൊന്ന് മഴ പെയ്യിക്കണത് അങ്ങല്ലേന്ന്. മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി തിരിച്ചു വന്നാണ്ടല്ല, പല കേന്ദ്രങ്ങൾക്കും തീ കൊടുക്കും. ഇവിടെ അങ്ങനെയുള്ള ആളുകളുടെ അടുത്താണ് മലക്കുൽ മൗത്ത് വന്ന് ചോദിക്കുന്നു, ഇനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ നീ വിളിച്ചു പ്രാർത്ഥിച്ചവരെല്ലാം എവിടെ പോയടോ എന്ന് ചോദിക്കുമ്പോഴാ ഞങ്ങൾ കാഫിറായിരുന്നു, സമ്മതിക്കും, എഴുതി അങ്ങ് ഒപ്പുവെച്ചു കൊടുക്കും കാഫിറാന്ന്. അപ്പൊ കാഫിറിന്റെ പോക്കങ്ങോട്ടാ നരകത്തിലേക്ക്. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. സൂറത്തുൽ അഅറാഫിലെ 37-ാമത്തെ ആയത്തെടുത്തുനിന്ന് ചോദിക്കോ സഹോദരന്മാര്, എത്ര ആളുകൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലോകത്ത് ആദ്യമായി നടത്തിയ ഡോക്ടറും മരിച്ചു അല്ലേ? മരണത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ മരണത്തിന്റെ വേദന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ ഹലിലാണ്. തൊട്ടടുത്തൊരു പാത്രത്തിൽ തണുത്ത വെള്ളമുണ്ട്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹായുടെ മടിയിൽ തലവച്ചിട്ടുണ്ട്. സാന്ദർഭികമായൊന്ന് പറയട്ടെ, വഹീന്റെ തുടക്കം ഒരു പെണ്ണിന്റെ മടിയിലാണ്, വഹീന്റെ ഒടുക്കവും ഒരു പെണ്ണിന്റെ മടിയിലാണ്. പെണ്ണുങ്ങൾക്ക് മുസ്ലിം സ്ഥാനം കൊടുത്തിട്ടില്ല എന്നാണല്ലോ പറയാ. വഹീന്റെ തുടക്കം എവിടെയാ? ഖദീജയുടെ മടിയിലാണ്. വഹീന്റെ ഒടുക്കം എവിടെയാ? ഐഷാന്റെ മടിയിലാണ്. അതാ പെണ്ണിന്റെ സ്ഥാനം. ഐഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുന്നു, തണുത്ത വെള്ളത്തിൽ കൈമുക്കുന്നുണ്ട്, മുഖത്തിങ്ങനെ തടകുന്നുണ്ട്. ചോദിക്കുന്നു, നബിയെ വേദനിക്കുന്നുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്രാത്ത്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല. അവസാന നിമിഷവും അല്ലാഹുവിന്റെ റസൂല് പറയുന്ന വാക്കാണ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല. ഇന്ന ലിൽ മൗതി സക്രാത്ത്, മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണ്. ഒരു മുഅ്മിനിന്റെ റൂഹ് പിടിക്കുന്നത്
വെണ്ണയിൽ നിന്നും നൂല് വലിച്ചെടുക്കുന്നത് പോലെ, പൂജയിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നത് പോലെ വളരെ ലളിതമായ രൂപത്തിലാണ് ഒരു മുഅ്മിനിന്റെ റൂഹ് പിടിക്കുന്നതെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന സഹിക്കാൻ പറ്റാതെ പറഞ്ഞില്ലേ, ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്, എന്റെ വാപ്പാന്റെ വേദനയോ, എന്റെ വാപ്പാന്റെ വേദനയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുന്നാരമോളെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നു, മോളെ, വാപ്പാന്റെ അവസാനത്തെ വേദനയാണ്, ഇനി നിന്റെ വാപ്പാക്ക് വേദനയില്ല, വേദനയില്ലാത്തൊരു ലോകത്തേക്ക് വാപ്പ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താ? നേരത്തെ പറഞ്ഞില്ലേ, മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ, വെള്ളം ചോദിക്കാൻ ആഗ്രഹമുണ്ട്, ഭാര്യയോട് പലതും പറയണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. നിമിഷനേരം കൊണ്ടെല്ലാം അവസാനിക്കുകയാണ്. അപ്പാന്റെ മയ്യത്തിന്റെ മുകളിൽ മക്കൾ വീണ് കിടന്ന് കരയുകയാണ്, ഭർത്താവിന്റെ മയ്യത്തിന്റെ മുകളിൽ ഭാര്യ വീണ് കിടന്ന് കരയുകയാണ്. ആര് കരഞ്ഞിട്ടെന്ത് കാര്യം? പോയ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കാണ് കഴിയുന്നത്? മൈനറിയ തീമായി കൺതടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ടു നിലവിളിക്കുന്നതത്ഭുതമല്ലേ, കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. ചെറുപ്പക്കാരനായ ഭർത്താവിന്റെ ശരീരം പിടിച്ചു കുലുക്കിക്കൊണ്ട് ചെറുപ്പക്കാരിയായ ഭാര്യ ചോദിക്കുന്നു, ഈ കുഞ്ഞുമക്കളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? കൊച്ചുമക്കളാകട്ടെ വാപ്പാന്റെ ശരീരത്തിൽ അള്ളിപ്പിടിച്ച് കിടന്നുകൊണ്ട് കരയുകയാണ്. കാരണം ഇനി പെരുന്നാളിന് വസ്ത്രം വാങ്ങിത്തരാൻ ഞങ്ങൾക്ക് വാപ്പയില്ല, സ്കൂള് തുറക്കുമ്പോൾ കുട വാങ്ങിത്തരാൻ ഞങ്ങൾക്ക് വാപ്പയില്ല, കാലുവേദനിക്കുമ്പോൾ ചെരുപ്പ് വാങ്ങിത്തരാൻ ഞങ്ങൾക്ക് വാപ്പയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോ കുറച്ച് കുട്ടികൾ ഒരു ഭാഗത്ത് നിന്ന് കളിക്കുന്നുണ്ട്, ഒരു കുട്ടിയാകട്ടെ മ്ലാനവദനവുമായി മാറി നിൽക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, കുഞ്ഞുമോനെ, നീ എന്തേ അവരോടൊപ്പം കളിക്കാത്തത്? നീ എന്തേ മാറി നിൽക്കുന്നത്? ആ പിഞ്ചു കുഞ്ഞിന്റെ കണ്ണുകൾ നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അവരുടെ ഉപ്പമാര് അവർക്ക് കളിക്കാൻ കളിക്കോപ്പ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, അവർക്ക് പെരുന്നാളിന് പുതുവസ്ത്രം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, എനിക്ക് പുതുവസ്ത്രം വാങ്ങിത്തന്നിട്ടില്ല, എനിക്ക് കളിക്കാൻ കളിക്കോപ്പ് വാങ്ങിത്തന്നിട്ടില്ല, എനിക്ക് വാപ്പയില്ല നബിയേ, ഞാനൊരു യതീമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയാണ്. ആ യതീമായ കുഞ്ഞിനെ തന്റെ അരികിൽ നിർത്തുന്നു. ആ കുഞ്ഞിന്റെ തലയിൽ ആ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് തടവുകയാണ്. എന്നിട്ട് അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, ഒരു യതീമായ കുഞ്ഞിനെ ആരെങ്കിലും അരികിൽ വിളിച്ചുകൊണ്ട് സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും ആ കുഞ്ഞിന്റെ തലയിൽ ഒന്ന് തടകിയാൽ ആ കുഞ്ഞിന്റെ തലമുടിയുടെ എത്രയെണ്ണം മുടി ആ മനുഷ്യന്റെ കൈകളിൽ സ്പർശിക്കപ്പെട്ടിട്ടുണ്ടോ അത്രയും പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുന്നതാണ്. ആ കുട്ടിയെയും കൂട്ടി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, ഇന്നത്തെ ദിവസം നിനക്കൊരു അതിഥിയുണ്ട്, ഈ അതിഥിയെ നീ സന്തോഷിപ്പിക്കുക, അതിനുള്ള പ്രതിഫലം സ്വർഗമാണ്. അനാഥ മക്കളുടെ കാര്യം ഞാനും നിങ്ങളും നാളെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു വീണാൽ നമ്മുടെ മക്കളും ഇതുപോലെ അനാഥരാണ് അല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല. അനാഥ യതീംഖാനയുടെ പിന്നെ ഒരു പിരിവുമായിട്ട് ആരെങ്കിലും വന്നാല് നമ്മളാകണ യതീംഖാനയല്ല 100 രൂപ ഇരിക്കട്ടെ, നമുക്ക് വളരെ വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. നാളെ എന്റെയും നിങ്ങളുടെയും മക്കൾ അതേ സ്ഥാപനത്തിൽ പോയി പഠിക്കേണ്ടി വരും. നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ എത്ര ആളുകൾ, എത്ര അപകട മരണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഓരോ ദിവസവും പത്രം എടുത്തു നോക്കിയാല് എത്രയോ അപകട മരണം, പ്രത്യേകിച്ച് ഇപ്പൊ റോഡെല്ലാം കുളവും കിണറും ആയതിനു ശേഷം മരണനിരക്ക് കൂടുക. നാളെ നമ്മളായിക്കൂടാന്നില്ലല്ലോ. ഇന്നുള്ള ആളുകളിൽ 99% ആളുകളും 2 വീലർ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആളുകളാണ്. ആ ഏതാണ്ട് അത്യാവശ്യത്തിന് പോകുമ്പോൾ ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ 2 വീലർ ഓടിച്ചു പോകുമ്പോൾ ഫ്രണ്ട് വീൽ ഒന്ന് പഞ്ചറായാലോ മണ്ണിന്റെ അടിയിലാണ്. നമ്മൾ കഷ്ണമാക്കി വെട്ടി നുറുക്കപ്പെടും അല്ലേ?
ആലോചിക്കാറുണ്ടോ നമ്മൾ? ആ ഫ്രണ്ട് വീലൊന്ന് പഞ്ചറായാൽ വണ്ടി നിയന്ത്രണം വിടും, ഉറപ്പാണ്. അതുപോലെ തന്നെ 4 വീലർ ഓടിക്കുന്ന ആളുകൾ ഒരു ചെറിയ ബോൾട്ടിലല്ലേ അതിന്റെ സ്റ്റിയറിംഗിന്റെ നിയന്ത്രണം. നല്ല സ്പീഡിൽ പോകും, ഒരു ടേണിങ് വരുമ്പോ നമ്മളൊന്ന് സ്റ്റിയറിംഗ് ഒന്ന് തിരിക്കാൻ നോക്കുന്നു, ആ ബോൾട്ട് അങ്ങോട്ട് ഒടിഞ്ഞാലോ എന്തായ മനുഷ്യന്റെ സ്ഥിതി? അത്രയുള്ളൂ. മരണം അത് നമ്മളോടൊപ്പം, നമ്മൾ ക്ഷണിക്കാതെ കയറി വരുന്ന ഒരു അതിഥിയാണ്. നമ്മൾ വിളിച്ചിട്ട് വേണ്ട, ഏത് നിമിഷവും കയറി വരാം. ഏതൊരാത്മാവിന്റെയും കർമാവധി ആസന്നമായാൽ ഒരു നിമിഷ നേരത്തേക്ക് പോലും പിന്തിക്കുന്ന പ്രശ്നമില്ലെന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അതാ മരണം. പക്ഷെ ആ മരിക്കാൻ നേരത്തെ ഈ ആളുകൾ ഒരു ജാമ്യാപേക്ഷ കൊടുക്കും പഠിച്ചോന്റെ അടുത്ത്. എന്താ? റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. റബ്ബേ, കുറച്ചൊരവധി തന്നാൽ, എന്നെ കുറച്ചൊന്ന് നീ പിന്തിച്ചു തന്നാൽ ഞാൻ ഒഴിവാക്കിയ കാര്യങ്ങളെല്ലാം നിർവഹിച്ചുകൊള്ളാം, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തുകൊള്ളാം, സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിക്കൊള്ളാം. എപ്പോഴാ പറയണത്? മലക്കുൽ മൗത്തിനെ കൺമുമ്പിൽ കാണുമ്പോൾ മനസ്സിലായി സംഗതി പോക്കാണ്. അപ്പൊ അല്ലാഹ് എന്ത് പറയും? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. കല്ലാ, വേണ്ട മോനെ, നീ വർത്താനം പറയണ്ട. ഇന്നഹാ കലിമത്തുൻ, അതവന്റെ ഒരു പറച്ചിലാണ്. ഹുവ ഖായിലുഹാ, അവനതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് മലക്കുകൾക്ക് നിർദ്ദേശം കൊടുക്കാം. ഓനതങ്ങനെ പറഞ്ഞോളൂ, ഇങ്ങോട്ട് വിളിച്ചിട്ട് പോരെ എന്നാ പറയാ. എന്തേ ഇത് പറയാൻ കാരണം? അള്ളാഹു കാരുണ്യവാനാണ്, അല്ലെ? അള്ളാഹു കാരുണ്യവാനാണ്. മരിക്കാൻ കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനോടൊരു ചെറിയ അവധി ചോദിച്ചിട്ട് അള്ളാഹു കൊടുക്കുന്നില്ലല്ലോ. എന്തേ കാരണം? ശരാശരി 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഉദാഹരണമായിട്ട് എടുക്കാം. 25 കൊല്ലം ഉറങ്ങി തീർക്കും, ബാക്കി 35 കൊല്ലം. 60 വയസ്സ് വരെ ജീവിച്ച ആളാണ്. ഈ 35 കൊല്ലത്തിൽ 15 കൊല്ലം അവന്റെ ബാല്യം, ബാക്കി 20 കൊല്ലം. ഈ 20 കൊല്ലത്തിൽ എത്ര കൊല്ലം ഇങ്ങനെ തല ചൊറിഞ്ഞെടുത്തിട്ടുണ്ട്? എത്ര വർഷം ഭക്ഷണം കഴിക്കാൻ മാത്രം എടുത്തിട്ടുണ്ട്? എത്ര വർഷം ഭാര്യയുമായി ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്? എത്ര വർഷം മക്കളോടൊപ്പം തിരിക്കാനും ഉല്ലസിക്കാനും എടുത്തിട്ടുണ്ട്? എത്രയോ വർഷം വിസർജനത്തിന്, കുളിക്കാന്, നഖം മുറിക്കാന്, പല കാര്യത്തിനും വിനിയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നിനും നഷ്ടപ്പെടുത്തിയ സമയം ആറ്റിക്കുറുക്കി അളന്ന് കിഴിച്ചെടുത്താൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. 60 കൊല്ലം. 60 കൊല്ലം എല്ലാ സൗകര്യത്തോടും കൂടി ദുനിയാവിൽ ജീവിച്ച മനുഷ്യൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടാൻ അവന് സമയം കിട്ടിയിട്ടുള്ളൂ. 60 കൊല്ലം നിനക്ക് തന്നിട്ട് നീ നന്നായില്ല, പിന്നെ ഇപ്പൊ നിനക്ക് കുറച്ച് സമയം തന്നാൽ വേണ്ടടാ, കല്ല, വേണ്ട. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവന്റെ ഒരു പറച്ചിലാണ്, അതങ്ങനെ പറഞ്ഞോളും. അത് പുതിയ നമ്പരാണ്, അതുകൊണ്ട് അത് വകവെക്കേണ്ടതില്ല, അവനെ ഇങ്ങോട്ട് പിടിച്ചോളൂ എന്നായിരിക്കും പടച്ചതമ്പുരാന്റെ കൽപ്പന ഉണ്ടാവുക. സഹോദരങ്ങളെ, സമൂഹത്തിൽ പല തട്ടിലുള്ള ആളുകളുണ്ടല്ലോ. പണ്ടായിരുന്നെങ്കിൽ വെള്ളം ചോദിക്കണ്ട, ഒന്ന് ചോദിക്കണം. പോട്ടെ. സമൂഹത്തിൽ പല തട്ടുകളിലുള്ള ആളുകളുണ്ടല്ലോ. സമ്പന്നന്മാരുണ്ട്, ദരിദ്രരുണ്ട്, നേതാക്കന്മാരുണ്ട്, അനുയായികളുണ്ട്, പലരുണ്ട്. പക്ഷെ ഇവരെല്ലാവരും 2 സന്ദർഭത്തിൽ ഒരേ പേരുകൊണ്ടാണ് അഭിസംബോധന ചെയ്യപ്പെടുക. 2 സന്ദർഭത്തിൽ. എപ്പോഴാ? ജനിക്കുമ്പോ എന്തു പറയും? കുട്ടി. കുട്ടി. എത്ര സാമ്പത്തിക ശേഷിയുള്ളവന്റേതായാലും കടത്തിണ്ണയിൽ അന്തി ഉറങ്ങുന്ന അണ്ണാച്ചിക്ക് കുട്ടി പറഞ്ഞാലും ചോദിക്കുന്ന കുട്ടി. എന്താണ് കുട്ടി? പ്രസവിച്ചു. എന്തു കുട്ടിയാണ്? ആണാണോ പെണ്ണാണോ? ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിയാണ്. എത്ര തൂക്കുണ്ടായിരുന്ന? ഏതാണ്ട് 300. കൊള്ളാം, അൽഹംദുലില്ലാ. സാധാരണ. അപ്പൊ ഇത് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസം അവിടെ ഇല്ല. ഇനി രണ്ടാമതൊരു സന്ദർഭമുണ്ട്. ഏതാ? മരിക്കുമ്പോ എന്താ പറയാ? മയ്യത്ത്. അത് എത്ര സമ്പന്നനായാലും അത് തന്നെ പറയും, ദരിദ്രനായാലും പറയും. ഒരൊറ്റ നിമിഷം കൊണ്ട് പേര് മാറി, അല്ലേ? ഒറ്റ നിമിഷം. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സ്വയം അംഗരക്ഷകരാൽ വെടിവെച്ച് കൊല്ലപ്പെട്ടു. തൊട്ടു മുമ്പ് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഷൂട്ട് ചെയ്യപ്പെട്ടപ്പോഴോ ഡെഡ് ബോഡി, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു, പിന്നീട് അറിഞ്ഞിട്ടില്ല. ഇത്രയുള്ളൂ മനുഷ്യന്റെ അവസ്ഥ. പക്ഷെ മനുഷ്യന്റെ അഹങ്കാരം
മനുഷ്യന്റെ ജീവിതം കണ്ടാൽ അവൻ ചിരഞ്ജീവിയാണ് എന്നായിരിക്കും തോന്നുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമുണ്ടല്ലോ, കല്യാണത്തിന്റെ ദിവസം. ആ ഒരാദ്യ രാത്രി ഒരിക്കലും വിവാഹിതരായി ജീവിക്കുന്ന ആളുകളുടെ മനസ്സിൽ നിന്ന് എത്ര ശക്തമായി മായ്ച്ചു കളഞ്ഞാലും മായാത്ത രാത്രിയാണ്. എന്താണ് ആ കല്യാണ ദിവസത്തിന്റെ പ്രത്യേകത? ഇപ്പൊ വസ്ത്രം എടുക്കാൻ പോണത് തന്നെ ആലോചിക്കാലോ. കല്യാണത്തിന് വസ്ത്രം എടുക്കാൻ പോകുമ്പോ ഒരു പടയിട്ട് പോവുക. പണ്ട് അങ്ങനെയൊന്നുമല്ല. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പെണ്ണിനെയും കൂട്ടിയിട്ടൊക്കെ നമ്മളൊക്കെ അങ്ങനെ ചെയ്യാം. പോയിട്ട് ആവശ്യമുള്ള ഡ്രസ്സ്. ചില സ്ഥലത്ത് അങ്ങനെയല്ല, ഒരു 2 വണ്ടി ആളുണ്ടാവും. ചിലനാണ്ട് ആ കട മൊത്തം എടുക്കാനാന്ന് തോന്നും. അങ്ങനെ ചെന്നിങ്ങനെ ഓരോന്നെടുക്കുമ്പോ ഈ ചീറ്റിത്തുണി, ഇവിടെ അങ്ങനെയല്ല പറയാ, ഈ പൊതിയണ തുണിക്ക് ചീറ്റി തുണി എന്നല്ല പറയാ, കോറ. ഈ തുണിയുടെ ഇതെങ്ങാനും നമ്മുടെ മുമ്പിൽ വന്നാൽ, എന്റെ ചെങ്ങാതി അതങ്ങോട്ട് മാറ്റിയിടറവേ, നിങ്ങൾ ആ വിമലിന്റെ തുണി എടുത്തിട്ട് അല്ലെങ്കിൽ മൊറാർജിയുടെ തുണി എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട്, അപ്പൊ ഇതിനെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. അപ്പൊ ആ തുണി പറയുന്നില്ല, നീ പോയിക്കോ, ഞാൻ വന്നോളാം. ചിരിക്കാൻ പറയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്ത് പറയാലും ചിരിക്കണത്. ഞാൻ ചിരിക്കാൻ വേണ്ടി പറയല്ല, നീ പൊയ്ക്കോ, ഞാൻ ഒന്ന് ആലോചിച്ചാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പൊ ടൗണുകളിലും ഒരു ടെക്സ്റ്റൈൽസിൽ നിങ്ങൾ ചെല്ലാം. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, കഫൻ തുണി പാക്ക് ചെയ്ത് വെച്ചേക്ക്, കൃത്യമായിട്ട് അളന്ന് മുറിച്ച് അതിൽ പഞ്ഞിയുണ്ട്, കർപ്പൂരമുണ്ട്, ഒരു കുപ്പി മജ്മ 99ന്റെ അത്തറുണ്ട്. ഇപ്പൊ നമ്മൾ മരിച്ചു കൊടുത്താൽ മതി. എന്റെയും നിങ്ങളുടെയും കഫൻ പുടവ മുറിക്കപ്പെട്ടു. നമ്മുടെ മയ്യത്ത് പൊതിയാനുള്ള തുണി കഷ്ണം കഷ്ണമാക്കി മുറിക്കപ്പെട്ടു. ഇനി നമ്മൾ കിടന്നു കൊടുത്താൽ മതി, അത്രേ താമസമുള്ളൂ. ആ ഒരു താമസമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അങ്ങനെ നല്ല വസ്ത്രമെല്ലാം എടുത്തു നിന്ന് എല്ലാം തയ്ച്ച് കല്യാണ ദിവസം വീട്ടിൽ പന്തലുണ്ടാവും, കസേര ഉണ്ടാവും, ആളുകളുണ്ടാവും, ആളുകൾ വരുന്നു. അപ്പൊ നല്ല വിവരമുള്ള ആൾക്കാർ വന്നിട്ട് ബാറക്കല്ലാഹു ലക എന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. വിവരദോഷികൾ വന്നിട്ട് ഓൾ ദ ബെസ്റ്റ് എന്നും പറയും. അങ്ങനെയല്ലോ 2 ടൈപ്പ് ആളുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ പുതിയാപ്പിളൊക്കെ പുതിയൊരെണ്ണം കൊടുക്കാനുള്ള പ്രസന്റേഷൻ എല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ ആളുകൾ എന്തായി മാറിയിരിക്കുകയാണ്. എല്ലാവരും വന്ന് ഇങ്ങനെ പുതിയാപ്പിളേനെയും പുതിയൊരെണ്ണം നോക്കും. കാരണം 2 പ്രാവശ്യം മനുഷ്യൻ മാക്സിമം മേക്കപ്പ് ചെയ്യുക. 1 കല്യാണത്തിന്റെ അന്ന്, 2 മരണത്തിന്റെ അന്ന്. പരമാവധി മേക്കപ്പ് ചെയ്യേണ്ട 2 ദിവസമാണ്. കല്യാണത്തിന്റെ അന്ന് എന്തായാലും കണ്ണാടി ഒഴിക്കാൻ കാണാൻ കഴിയും, മരണത്തിന്റെ അന്ന് എന്തായാലും കാണാൻ കഴിയില്ല. അഥവാ എങ്ങാനും ഒന്ന് കാണാനൊരവസരം ഒരു കണ്ണാടിയിലും കൊടുത്ത ഈ ഉണ്ടകൾ കണ്ടിട്ട് അവൻ പിന്നെ മരിക്കും. അതിന് ഉണ്ട വച്ചിട്ട് ഇങ്ങനെ ഇറങ്ങാറാക്കലാണല്ലോ. അതിന് ആ ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥാനത്ത് മാത്രം വെച്ചാൽ മതി പഞ്ഞി. അല്ലാതെ ഈ കക്ഷത്തിലും കഴുത്തിലും അവിടെ ഇവിടൊക്കെ എന്തിനാ? എന്നാ പിന്നെ പഞ്ഞി വെച്ച് പോഞ്ഞാൽ മതിയല്ലോ, തുണി വേണ്ടല്ലോ. അപ്പൊ അതാ രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് കാണുന്ന ദ്വാരങ്ങളിൽ മാത്രം പഞ്ഞി വെച്ചാൽ മതി. സാന്ദർഭികമായിട്ട് ഞാൻ ആ ഫിഖഹിന്റെ ഒരു ഭാഗം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ ദിവസം കളിതമാശ പറച്ചില്, അടക്കൻ പറച്ചില്, കൊച്ചുവർത്താനം പറച്ചില്, ചിരി, ആഘോഷം, അങ്ങനെ വിയാത്തു നബീസ മറ്റുള്ള തേടി ഇവള് വന്നില്ല, വിളിക്കണ ഭയങ്കര ബഹളമാണ്. പുതിയാപ്പിളയുടെ കൂട്ടുകാരൊക്കെ വന്ന് ചോദിക്കും, എപ്പോഴാ പുറപ്പെടുന്നതെന്ന് ചോദിക്കും. നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് മുഹൂർത്തം ഇല്ലാത്ത കാരണോട് 8 മണിക്ക് ഇറങ്ങുമ്പോൾ 11 മണിയാലും ഇറങ്ങൂല. അങ്ങനെ കുഴപ്പമുണ്ട്. മുഹൂർത്തം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പല സന്ദർഭത്തിൽ നമ്മളൊക്കെ ആലോചിച്ച് പോകാറുണ്ട്. കാരണം 11 മണിക്കാണ് മൗലവി നിക്കാഹ് പറഞ്ഞിരിക്കുന്നത്. മൗലവി ഒരു 10:30 എത്തണം. പെട്ടെന്ന് നമുക്ക് ആയിക്കോട്ടെ, മൗലവി 10:30 അവിടെ എത്തും. അവിടെ ഇരിക്കുക, കുരിശ് ശിക്ഷ കുഴിച്ചിട്ട പോലെ. 11:30 12 എന്തേ ചെങ്ങായി വന്നില്ല, ഇപ്പൊ വരും. എന്നാ പിന്നെ വന്നിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്നാ വന്നിരുന്ന് അൽഹംദുലില്ലാ എന്ന് തുടങ്ങിയ എല്ലാവരും നോക്കും വാച്ചില്. അതുവരെ വാച്ചാർക്കില്ല. അതപ്പോ നമ്മുടെ സ്ഥിതി. പോട്ടെ. അപ്പൊ അങ്ങനെ എല്ലാവരും വന്ന് വർത്താനം പറയേണ്ട ആളുകൾ ചോദിക്കും, എപ്പോഴാ പുതിയാപ്പിള പുറപ്പെടുകയാണ്? 8 മണി അല്ലെങ്കിൽ 10 മണിയോ. ഞാനൊന്ന് ടൗണിൽ പോയിട്ട് വരാം, ഞാൻ വരാതെടാ ഇറങ്ങരുത് കിട്ടോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പോവും. അങ്ങനെ എല്ലാവരും വന്ന് പുതിയാപ്പിള കുളിച്ച്, അപ്പൊ പറയാ ചെറുക്കൻ കുളിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ആ പെണ്ണ് കുളിച്ചു കഴിഞ്ഞു, എന്ത് ഡ്രസ്സ് മാറും മക്കളെ എന്ന് പറയാം. അപ്പൊ കൂട്ടുകാരോ അടുത്ത ബന്ധുക്കളൊക്കെ ചെന്ന് ഡ്രസ്സ് മാറുമ്പോ നല്ല കളിതമാശയും വർത്താനമൊക്കെ പറഞ്ഞ് അത്രയൊക്കെ പുരട്ടി പൂശി എല്ലാവരോടും സമ്മതമൊക്കെ ചോദിച്ച് സലാം പറഞ്ഞിട്ട് പുതിയാപ്പിളമാർ വന്നിട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ പന്തലിലൊരു കസേരയിൽ വന്നിരിക്കും. കാരണം എല്ലാവരും ഈ പുതിയാപ്പിളനെ എങ്ങനെ നോക്കും. കാരണം മാക്സിമം ഒരുങ്ങണ ദിവസമാണല്ലോ. ചില ചെറുപ്പക്കാരന്റെ ഈ കോഴിമുട്ടേന്റെ തൊണ്ട് പോലെയൊക്കെ മോന്ത ചിരണ്ടിയിട്ട് പടച്ചോനായിട്ട് ഡെയിലി യുദ്ധം. മാല കയ്യിലുണ്ടാവും. സുബ്ഹാനല്ലാഹ് എന്ത് സുബ്ഹാനല്ലാഹ്. ബ്ലേഡ് മേടിച്ചിട്ട് ഡെയിലി ബാത്റൂമിൽ കയറിയിട്ട് ഷേവ് ചെയ്യാ. താടി വടിക്കൽ ഹറാമാണ്, താടി വളർത്തൽ വാജിബാണ്. ഡസൻ കണക്കിന് ഹദീസുണ്ട്. അതെ ചില ആളുകൾ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ലൈഫായ മൂപ്പർക്കാണത് ലൈഫ്. മൂപ്പർക്ക് ഏതായാലും ചിലപ്പോൾ മുളക്കാൻറ്റായിരിക്കും, അല്ലെങ്കിൽ മൂപ്പർക്ക് താല്പര്യമില്ലാണ്ടായിരിക്കും. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, ആദ്യം ബ്ലേഡ് ബഹിഷ്കരിച്ചാൽ മതി, താടി അവിടെ വെക്കും. അപ്പൊ ഈ കോലം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുക. അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടു കൂടി
കാറിൽ കയറി ഇങ്ങനെ പോകും. കൂട്ടുകാരൊക്കെ കുറെ അകമ്പടി ഉണ്ടാവും. അന്നേരം എല്ലാ പുതിയാപ്പിളാരും ചെയ്യുന്ന പണിയാണ് വാച്ചർ നോക്കിയിട്ട് പറയും സമയം ഒരുപാടായിട്ടുണ്ട്, നമ്മൾ 10:30 ഇറങ്ങുമെന്ന് പറഞ്ഞു 11:30 എന്ന് പറയും. വണ്ടിയിലിരുന്നുകൊണ്ട് കമന്റ് പാസ്സാക്കും, തല്ലിപ്പഴക്കല്ലേടാ പുള്ള ഏതായാലും അവിടെ എത്തട്ടെ ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കും. അങ്ങനെ പുതുപെണ്ണിന്റെ വീട്ടിൽ ചെന്ന് നിക്കാഹെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോന്ന് കഴിയുമ്പോ 2 യുവമിഥുനങ്ങൾ ഭദ്രമായി അടച്ച ഒരു മുറിയിൽ ജീവിതത്തിൽ ആദ്യമായി 2 പേരും പരസ്പരം ആസ്വദിക്കുന്ന സന്ദർഭം. ഈ ഒരു ദിവസം മരണത്തിന്റെ സമയം വരെ നമുക്ക് മറക്കാൻ പറ്റില്ല. എന്നാൽ സഹോദരങ്ങളെ, അതുപോലെ ഒരാദ്യ രാത്രി നമ്മുടെ ജീവിതത്തിൽ ഇനിയും നമുക്ക് വരാനുണ്ട്. നമ്മൾ മരിക്കുന്ന ദിവസം, കല്യാണ ദിവസം വീട്ടിൽ പന്തലുണ്ടായെങ്കിൽ, കല്യാണ ദിവസം കസേരകളിൽ ആളുകളുണ്ടായെങ്കിൽ, കല്യാണ ദിവസം ആളുകൾ വന്ന് പുതിയാപ്പിളയെയോ പുതിയവണ്ണിനെയോ സന്ദർശിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, മരണ ദിവസവും ആളുകൾ വരുന്നുണ്ട്. മയ്യത്തിന്റെ മുഖം ഒരു നോക്ക് കാണുന്നുണ്ട്, ആളുകൾ മാറിയിരിക്കുന്നുണ്ട്. കല്യാണ ദിവസം മണവാളൻ സ്വന്തമായിട്ടാണ് കുളിച്ചതെങ്കിൽ, മരണ ദിവസം കൂട്ടുകാരല്ലയോ കുളിപ്പിക്കുന്നത്? പുതിയാപ്പിള എപ്പോഴാ പുറപ്പെടുന്നതെന്ന് ചോദിച്ച കൂട്ടുകാരില്ലേ? അതേ നാവ് കൊണ്ട് തന്നെ ചോദിക്കുന്നു, മയ്യത്തെപ്പോഴാ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? കല്യാണ ദിവസം അടക്കം പറച്ചിലും വളകിലുക്കവും ചിരിയും വർത്തമാനവുമാണ് വീട്ടിൽ കേട്ടതെങ്കിൽ, മരണ ദിവസമുണ്ടല്ലോ ദീർഘനിശ്വാസങ്ങളും നെടുവീർപ്പുകളും തേങ്ങലുകളും മാത്രമല്ലയോ കേൾക്കുന്നത്? കല്യാണ ദിവസം മണവാളൻ സ്വന്തമായിട്ടാ കുളിച്ചത്, മരണ ദിവസം കൂട്ടുകാരല്ലയോ കുളിപ്പിക്കുന്നത്? കല്യാണ ദിവസവും ധരിച്ചത് പുതിയ വസ്ത്രം തന്നെ, മരണ ദിവസവും ധരിക്കുന്നത് പുതിയ വസ്ത്രം തന്നെ. കല്യാണ ദിവസവും പുതുവസ്ത്രത്തിൽ സുഗന്ധം പൂശിയിട്ടുണ്ട്, മരണ ദിവസവും പുതുവസ്ത്രത്തിൽ സുഗന്ധം പൂശുന്നുണ്ട്. കല്യാണ ദിവസം പുതുമണവാളന് പോകാനുള്ള വാഹനത്തിലേക്ക് കാലുകൊണ്ട് നടന്ന് കയറിയാണ് പോയതെങ്കിൽ, മരണ ദിവസമുണ്ടല്ലോ നിനക്ക് പോകാനുള്ള വാഹനം നിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരികയല്ലോ ചെയ്യുന്നത്. 4 വീലുള്ള കാറിൽ കയറിയാണ് കല്യാണ ദിവസം പോയതെങ്കിൽ, 6 കാലുള്ള കട്ടിലിൽ കിടന്നിട്ടല്ലയോ മരണ ദിവസം യാത്ര പോകുന്നത്. നിന്നോട് പിണങ്ങി നിന്നവരും നീ പിണങ്ങി നിന്നവരും നിന്റെ കല്യാണ ദിവസം നിന്റെ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ, നിന്റെ മരണ ദിവസമുണ്ടല്ലോ പിണങ്ങി നിന്നവരും നിന്റെ വീട്ടിൽ വരികയല്ലേ ചെയ്യുന്നത്. കല്യാണ ദിവസം പുതുമണവാളനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരുങ്ങിയിരുന്നെങ്കിൽ, മരണ ദിവസമുണ്ടല്ലോ മയ്യത്ത് പൊതിഞ്ഞ് മയ്യത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് അവസാനത്തെ കാഴ്ച ഒരു നോക്ക് കാണാനായി വച്ചുകൊടുക്കുകയല്ലേ? കൂട്ടനിലവിളിയല്ലേ ആ വീട്ടിൽ ഉയരുന്നത്? ദീർഘനിശ്വാസങ്ങളല്ലേ ആ വീട്ടിൽ ഉയരുന്നത്? കരച്ചിലും ബഹളവുമല്ലേ കേൾക്കാൻ കഴിയുന്നത്? ആ മയ്യത്തങ്ങനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ, കല്യാണ ദിവസം വാഹനത്തിൽ വെച്ച് നീ സമയം അധികമായെന്ന് പറഞ്ഞപ്പോ നിന്റെ കൂട്ടുകാരും നിന്റെ അളിയന്മാരും നിന്റെ നാട്ടുകാരും നിന്നെ കളിയാക്കിയെങ്കിൽ, മറുപടി പറഞ്ഞെങ്കിൽ, ആ മരണത്തിന്റെ വാഹനമാകുന്ന നിന്റെ അവസാനത്തെ വാഹനമുണ്ടല്ലോ, ആ അവസാനത്തെ വാഹനത്തിൽ കിടന്ന് നീ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നിന്റെ കൂട്ടുകാര് കേൾക്കുന്നില്ല, വീട്ടുകാരും നാട്ടുകാരും കേൾക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ബുലിഅത്തിൽ ജനാസതു വഹ്തമലഹ الرجال على أعناقهم إن كانت صالحة قالت قدموني قدموني وإن كانت غير صالحة قالت يا ويلها أين تذهبون بها يسمع صوتها كل شيء إلا الإنسان ولو سمعه صعقا. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ബുലിഅത്തിൽ ജനാസതു വഹ്തമലഹ الرجال على أعناقهم, ജനാസ അവിടുന്ന് പൊക്കിയിട്ട്
പുരുഷന്മാർ അവരുടെ തോളിൽ വഹിക്കപ്പെട്ടാൽ, ഇൻകാനത്ത് സ്വാലിഹത്തൻ, അതൊരു സ്വാലിഹായ മനുഷ്യന്റെ മയ്യത്താണെങ്കിൽ, കാലത്ത് ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, ഖദ്ദിമൂനി ഖദ്ദിമൂനി, വേഗം കൊണ്ടുപോകണേ, വേഗം കൊണ്ടുപോകണേ. ഇൻകാനത്ത് ഗൈറു സ്വാലിഹ, അതൊരു സ്വാലിഹല്ലാത്ത മനുഷ്യന്റെ മയ്യത്താണെങ്കിലോ, കാലത്ത് ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, നാശമേ, എന്നെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യൻ ഒഴികെയുള്ള മുഴുവൻ ജീവജാലങ്ങളും ആ മയ്യത്തിന്റെ ദീനരോധനം കേൾക്കുന്നതാണ്. വലൗ സമിഅഹു, അവനെങ്ങാനും ആ കരച്ചിൽ കേട്ടാൽ, സഇഖ, അവൻ ബോധരഹിതനായി വീണുപോകും. മയ്യത്തിന്റെ വിലാപം ജിന്നുകൾക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കാം, മലക്കുകൾക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കാം, മറ്റു ജീവജാലങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ കൂടെ പോകുന്ന മകൻ കിടന്ന് കരയുന്നുണ്ട്, ബാപ്പ കേൾക്കുന്നില്ല. ഭാര്യ കിടന്ന് കരയുന്നുണ്ട്, ഭർത്താവ് കേൾക്കുന്നില്ല. വല്ലിപ്പ കിടന്ന് കരയുന്നുണ്ട്, പേരക്കുട്ടികൾ കേൾക്കുന്നില്ല. ആരും കേൾക്കാതെ വളരെ പെട്ടെന്ന് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞാൽ കല്യാണ ദിവസം വളരെ ഭദ്രമായ സോഫ്റ്റായ അറയിലാണ്, സോഫ്റ്റായ തലയിണയിലാണ്, മെത്തയിലാണ് കിടന്നതെങ്കിൽ, ഖബറാകുന്ന മണിയറയിൽ നിനക്കുള്ള തലയിണ എന്തെന്നോ, ഖബറാകുന്ന മണിയറയിൽ നിനക്കുള്ള മെത്തയെന്തെന്നോ, മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്. ഞെരുക്കത്തിനാൽ ഇരുഭിത്തിയാണതിനുള്ളത്. അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോൽ ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ. മണ്ണിന്റെ തലയിണയാണ് മോനെ, സോഫ്റ്റായ മെത്തയില്ല, യാതൊരു സൗകര്യങ്ങളുമില്ല. ഒന്ന് നിവർന്നിരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും യാതൊരു സൗകര്യവുമില്ലാത്ത ഇടുങ്ങിയ ഒരു ചെറിയ കുഴിയിലല്ലേ നിന്റെ അവസാനത്തെ വാസസ്ഥലമായി നീ ചെന്നുപെടുന്നത്. പലക വച്ച് മൂടിയാൽ, മണ്ണിട്ട് മൂടിയാൽ, നിന്റെ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും തിരിച്ചു പോന്നാൽ, കല്യാണ ദിവസം നിന്റെ മണിയറയിൽ നിനക്കൊരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ, മയ്യത്ത് കബറിലേക്ക് വച്ച് ബന്ധുക്കളെല്ലാം പോന്നു കഴിഞ്ഞാൽ, കല്യാണ ദിവസം ഉള്ള കൂട്ടുകാരല്ല കബറിൽ കിട്ടുന്നത്. കബറിൽ കുറച്ച് കൂട്ടുകാരെ പടച്ച തമ്പുരാൻ സംവിധാനിച്ചിട്ടുണ്ട്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആ കൂട്ടുകാരെ നമ്മൾ അവഗണിച്ചിട്ടുണ്ട്, ചൂലെടുത്താട്ടിയിട്ടുണ്ട്, പൊടിയിട്ടിട്ടുണ്ടെന്താ? ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല, റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണതുകൊണ്ട്. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട്. സുഹൃത്തുക്കളെ, നമുക്കുള്ള നേത്രം 2. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2. നോക്കുന്ന നേരം മണ്ടുമേ ഭയം കൊണ്ട്. വിശദീകരണം ആവശ്യമില്ലാത്ത വരികളല്ലേ. ചിതലുകൾക്കും പുഴുക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം മാത്രമല്ലേ നമ്മുടെ ശരീരം. ആ ശരീരം അങ്ങോട്ട് വച്ചിട്ട് ബന്ധുക്കൾ തിരിച്ചു പോന്നാൽ പിന്നീട് ആ കബറ് തുറക്കുന്നത് എപ്പോഴാ? വനുഫിഖ ഫിസ്സൂർ ദാലിക യൗമുൽ വഈദ്. കാഹളത്തിൽ ഊതപ്പെട്ടാൽ അത് താക്കീദിന്റെ ദിവസമാണ്. ആ താക്കീദിന്റെ ദിവസത്തിൽ മനുഷ്യരോരോരുത്തരെയും പടച്ച തമ്പുരാൻ വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമേ പടച്ച തമ്പുരാന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം.
സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ദിവസമാണ്. രക്ഷപ്പെട്ട ഹൃദയവുമായി റബ്ബിന്റെ മുമ്പിലെത്തിയവർക്കല്ലാതെ രക്ഷയില്ലാത്ത ദിവസമാണ്. അവിടെ പടച്ചതമ്പുരാൻ ഓരോ സമുദായത്തിനും സാക്ഷിയായി കൊണ്ടുവരുന്നത് അതാത് സമുദായങ്ങളുടെ പ്രവാചകന്മാരാണ്. ഈ സമുദായത്തിന്റെ സാക്ഷി അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും മുട്ടാളത്തരം പറയാൻ അവിടെ സാധിക്കുകയില്ല. കാരണം എല്ലാ നിഗൂഢ രഹസ്യങ്ങളും വെളിപ്പെടുത്തപ്പെടുന്ന ദിവസമാണ്. ആ ദിവസം യാതൊരു കഴിവുമില്ല, ആരും സഹായിക്കാനില്ലാത്ത ദിവസം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷി പറയാൻ വേണ്ടി പടച്ചതമ്പുരാന്റെ മുമ്പിലെത്തിയാൽ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ട ആളുകൾ ഖുർആനിനെ മാറ്റിവെച്ചുകൊണ്ട് സുന്നത്തിനെ മാറ്റിവെച്ചുകൊണ്ട് ഏതെങ്കിലും വാറോലകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പാളക്കിതാബുകളുടെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നാളെ പാരത്രീക ലോകത്ത് പടച്ചതമ്പുരാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിനെതിരാണെന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വഖാല റസൂലു യാ റബ്ബി ഇന്ന قوم اتخذوا هذا القرآن مهجورا وقال الرسول رسول പറയുന്നതാണ് യാ റബ്ബി എന്റെ റബ്ബേ ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ ഈ സമുദായം നിന്റെ ഖുർആനിനെ വർജിക്കപ്പെട്ടതാക്കി എന്ന് പടച്ചതമ്പുരാന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലെതിരായി പറഞ്ഞാൽ അവിടെ സഹായിക്കാൻ ആരുമില്ല. പ്രസംഗിക്കുന്ന മുസ്ലിയാക്കന്മാരില്ല, സംഘടനക്കാരില്ല, പ്രസ്ഥാനക്കാരില്ല, നേതാക്കന്മാരില്ല. ഓരോരുത്തരെയും ഒറ്റയൊറ്റയായി വിളിച്ചിട്ടല്ലയോ വിചാരണ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂലെതിരായി പറഞ്ഞാൽ ഒരിക്കലും പരലോകത്ത് രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെയല്ലേ റബ്ബ് പറഞ്ഞത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുന്ന തന്നെ ചെയ്യുന്നതാണ്. മരിക്കുമെന്നല്ല പറഞ്ഞത്, മരണം ആസ്വദിക്കുമെന്നാ പറഞ്ഞത്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ കർമ്മങ്ങളുടെ കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആ ദിവസത്തിൽ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവനാരോ അവൻ ഭാഗ്യവാനാണ്, വിജയിയാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവാകട്ടെ ഒരു വഞ്ചനയുടെ ചരക്ക് മാത്രമാണ്. കേവലം വഞ്ചനയുടെ ചരക്കാണ് ദുനിയാവെന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പൂർണ്ണമായും ദുനിയാവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല. ദുനിയാവിലെ ഓഹരി നമുക്ക് സ്വീകരിക്കാം, പക്ഷേ പരലോകത്തെ വിസ്മരിച്ചുകൊണ്ടാകരുതെന്നാണ് പടച്ചതമ്പുരാനും അവന്റെ പ്രവാചകനും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്തുപോയ പാപങ്ങളുടെ പേരിൽ പടച്ചതമ്പുരാനോട് കരഞ്ഞ് മാപ്പപേക്ഷിക്കുകയും പാപം പുറത്തു കിട്ടാൻ വേണ്ടി നിരന്തരം റബ്ബിനോട് തേടിക്കൊണ്ട് സ്വർഗാവകാശികളിൽ പെടാൻ നിരന്തരം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. റഹ്മാനും റഹീമുമായ പടച്ചതമ്പുരാൻ അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ارحم آباءنا